ഹായ് ഹലോ ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ KW അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ ബേസിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ആ ഒരു മോഡ്യൂളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കിന്റെ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു റിവിഷനുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് ആൽബിൻ ജോസ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. A manometer is used to measure the pressure of gas-filled rectangular tank as shown in the figure. It is assumed that the mass density of the fluid inside the tank is 0. Manometric fluid is water having a specific weight 10 kilonewton per meter cube. If the local atmospheric pressure is 100 kilopascal, the absolute pressure within the tank is. അപ്പൊ ഇത് പ്രഷർ മെഷർമെന്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് ലോയാണ് നമ്മളിവിടെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹൈഡ്രോസ്റ്റാറ്റിക് ലോയും പാസ്കൽ ലോയുടെ ആപ്ലിക്കേഷനാണ് നമുക്കിവിടെ വരിക. അപ്പൊ ഒരു ഹൊറിസോണ്ടൽ ലൈനിൽ ഏത് പോയിന്റ് എടുത്താലും പ്രഷർ ഈക്വൽ ആയിരിക്കും എന്ന ഒരു കോൺസെപ്റ്റ് ആണ് പ്രഷർ മെഷർമെന്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു ടാങ്കിന്റെ ഉള്ളിൽ ഗ്യാസ് ഉണ്ട്. ഗ്യാസിന്റെ പ്രഷറും ഈ 20 സെന്റിമീറ്റർ ഹൈറ്റിൽ ഗ്യാസ് കൊടുക്കുന്ന പ്രഷറും ആ ടോട്ടൽ പ്രഷർ കൂട്ടുന്നത് ഇവിടെ ഈ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാം ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓപ്പൺ ഇതിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ ലൈൻ വരയ്ക്കുന്ന എവിടെയായിരിക്കും? ഇവിടെ ഈക്വൽ ആയിട്ട് വരുന്ന പാർട്ടിൽ നമ്മളിപ്പോ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇവിടുത്തെ കേസിൽ നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇതായിരിക്കും നമുക്ക് കിട്ടുക, ഹൊറിസോണ്ടൽ ലൈൻ ആയിട്ട് എടുക്കുക. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ ഒരു പ്രഷർ ഉണ്ട്. ലെഫ്റ്റ് സൈഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഗ്യാസിന്റെ പ്രഷർ PG എന്ന് നമുക്ക് എടുക്കാം. ഗ്യാസിന്റെ പ്രഷർ ഈ 20 സെന്റിമീറ്റർ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവിടെ എടുത്തൊരു കാര്യം പറയുന്നുണ്ട്. എന്താണ്? മാസ് ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഇൻസൈഡ് ദ ടാങ്ക് ഈസ് 0. അസ്യൂം ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ അത് അങ്ങനെ അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ലെഫ്റ്റ് സൈഡിൽ ഉള്ള ഈ പറയുന്ന 20 സെന്റിമീറ്റർ ഹൈറ്റിൽ നമുക്ക് എന്ത് എടുക്കേണ്ട കാര്യമില്ല, പ്രഷർ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഇതിനകത്തുള്ള പ്രഷർ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ ലെഫ്റ്റ് സൈഡിലെ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ PG മാത്രമാണ്. പക്ഷെ റൈറ്റ് സൈഡിൽ നമ്മുടെ ഒരു ഫ്ലൂയിഡ് കൊണ്ട് അത് 10 സെന്റിമീറ്റർ റൈസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറും കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങളാണ് റൈറ്റ് സൈഡിലുള്ളത്. റൈറ്റ് സൈഡിലെ ഈ രണ്ട് കാര്യങ്ങളോട് കൂട്ടുന്നത് എന്തിനോട് തുല്യമായിരിക്കും? ലെഫ്റ്റ് സൈഡിലെ പ്രഷറിനോട് തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കേ. സ്പെസിഫിക് വെയിറ്റ് ഓഫ് ദ വാട്ടർ തന്നിട്ടുണ്ട്. ഓക്കെ, 10 kilonewton per meter cube. ഈ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ρg ആണ്. ρg ഡെൻസിറ്റി ടൈംസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്കാണ് നമ്മൾ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി അറ്റ്മോസ്ഫിയറിക് പ്രഷർ 100 kilopascal വന്നിട്ടുണ്ട്. ഡെൻസിറ്റി ഓഫ് ദ ഗ്യാസ് 0 എന്ന് പറഞ്ഞിട്ടുണ്ട്, നെഗ്ലിജിബിൾ. ഹൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാട്ടർ ലെവൽ നോക്കിക്കേ. ഇവിടെ നമ്മൾ ഈ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ വാട്ടർ ലെവലിന്റെ ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്ര? 100 സെന്റിമീറ്റർ ആണ്. അത് 1 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇവിടെ നമ്മൾ ഇക്വേഷൻ എടുക്കാൻ ലെഫ്റ്റ് സൈഡ് പ്രഷർ മസ്റ്റ് ബി ഈക്വൽ ടു റൈറ്റ് സൈഡ് പ്രഷർ. അതെന്ന് എന്ന് പറഞ്ഞാൽ പ്രഷർ എക്സെർട്ടഡ് ബൈ ദ ഗ്യാസ് ഇസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് നമുക്കറിയാം ഹൈഡ്രോസ്റ്റാറ്റിക് ലോ പറയുന്നതനുസരിച്ച് ഈ ഹൈറ്റ് കൊണ്ടുള്ള പ്രഷർ എന്താണ്? ρgh. ഈ ρg എന്ന് പറയുന്നതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. അത് ഇൻറ്റു ഹൈറ്റ് നമുക്കറിയാം. അപ്പൊ ഇതിനകത്ത് അറിയാവുന്ന വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കണ്ടുപിടിക്കേണ്ടത് ഗ്യാസിന്റെ പ്രഷറാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ 100 kilopascal ആണ്. പിന്നെ ഈ ഒരു വാട്ടർ കോളം തരുന്ന പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? ρgh ആണ്, അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ടൈംസ് ഹൈറ്റ് ആണ്. ഹൈറ്റ് 1 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ കൊടുക്കും നമുക്ക് കിട്ടും 100 plus 10. ഇവിടെ കിലോ ന്യൂട്ടൺ കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമുക്ക് കിട്ടേണ്ടത് എങ്ങനെയാണ്? നമുക്ക് കിട്ടേണ്ടത് കിലോ പാസ്കലാണ്. അതുകൊണ്ട് കിലോ ന്യൂട്ടൺ തന്നെയാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ അത് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 10 kilopascal എന്ന് കിട്ടും. 100 plus 10 kilopascal 110 kilopascal. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് ചോയ്സ് A ആയിരിക്കും. അതാണ് മെഷർമെന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാവുന്ന കാര്യം. ക്വസ്റ്റ്യൻ നമ്പർ 2. For a two-dimensional flow having velocity potential function തന്നിട്ടുണ്ട്. phi is equal to 4xy and the stream function xi is equal to 4/2 y square minus x square, where x and y are in meter.
the discharge between the stream lines passing to the point 24 and 13 is. ഇവിടെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, സ്ട്രീം ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദാറ്റ് ഡിസ്ചാർജ്. അപ്പൊ ഡിസ്ചാർജ് കാൽക്കുലേഷൻ എങ്ങനെയാ? ഡിസ്ചാർജ് ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് psi2 minus psi1. സ്ട്രീം ഫംഗ്ഷൻ അറ്റ് വൺ പൊസിഷൻ മൈനസ് സ്ട്രീം ഫംഗ്ഷൻ അറ്റ് അനദർ പൊസിഷൻ. അതിന് ആ ഡിഫറൻസ് ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡിസ്ചാർജ് കിട്ടുന്നത്. ഡിസ്ചാർജ് ബിറ്റ്വീൻ 2 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ psi2 minus psi1. ഓക്കെ, അപ്പൊ ഇവിടെ psi എന്താണ്? ഇവിടെ 4/2 എന്ന് പറഞ്ഞാൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം, അത് 2 എന്ന് കിട്ടും. psi is equal to 2 times y square minus s square. അപ്പൊ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് psi1 കണ്ടുപിടിക്കാം. psi1 കണ്ടുപിടിക്കണമെങ്കിൽ പോയിന്റിന്റെ വാല്യൂ 2 4, y4 പോയിന്റ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും? y1 equal to 4, x1 equal to 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ y സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 സ്ക്വയർ 16, 2 സ്ക്വയർ 4 times 2. അപ്പൊ നമുക്കിവിടെ ആൻസർ 24 മീറ്റർ സ്ക്വയർ പ്ലസ് സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, ഇനി psi2 കണ്ടുപിടിക്കാം. psi2 നമുക്ക് എത്ര കിട്ടും? psi2 നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇതാണ്. എഗെയിൻ ഫസ്റ്റ് ഇവിടുത്തെ ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഇവിടെ y2 ആണ് എടുക്കുന്നത്. സോറി, y2 4ഉം x2 2ഉം. ഇനി y1 എന്ന് പറയുന്നത് 3 ആണ്. അതേപോലെ x1 എന്ന് പറയുന്നത് 1 ആണ്. സോ ഇറ്റ് വിൽ ബി 3 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. അങ്ങനെയാണ് നമുക്ക് 9 minus 1 കിട്ടുന്നത്. 9 minus 1 times 2. അപ്പൊ നമുക്ക് അവിടെ 16 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇതിന്റെ ഡിഫറൻസ് എടുക്കാം. മാഗ്നിറ്റ്യൂഡ് ഡിഫറൻസ് psi1 minus psi2 is equal to 24 minus 16. 24 minus 16 എന്ന് പറയുമ്പോൾ 8 meter cube per second നമുക്ക് കിട്ടും. സോ ദ ആൻസർ വിൽ ബി 8 meter cube per second ആയിരിക്കും. ഓക്കെ, അപ്പൊ സ്ട്രീം ഫംഗ്ഷൻ കിട്ടിയ സ്ട്രീം ഫംഗ്ഷനെ ബേസ് ചെയ്തുകൊണ്ട് സ്ട്രീം ഫംഗ്ഷനകത്ത് നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ പറ്റും. പല തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരിക്കുക. Question number 3, choose the wrong statement out of the following mentioned connected with the drag and lift forces on a immersed bodies. അപ്പൊ ഡ്രാഗ് ഫോഴ്സും ലിഫ്റ്റ് ഫോഴ്സും തമ്മിൽ ബേസ് ചെയ്തിട്ടുള്ള കുറെ സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. For a streamlined body, the pressure drag is very small. For a bulk body, the pressure drag is very large. ഇതൊക്കെ കറക്റ്റ് ആണ്, ഇതിൽ തെറ്റാനൊന്നുമില്ല. The drag force on a slender cylinder bodies decreases as the velocity of flow increases up to Reynolds number equal to 2000. Lift force occurs on a body when there is a symmetry of fluid motion. അത് തെറ്റാണ്. ലിഫ്റ്റ് ഫോഴ്സ് കിട്ടുന്നത് സിമ്മട്രി ഉണ്ടാകുമ്പോൾ അസിമെട്രി ആണ്. സിമ്മട്രി ഉണ്ടാവാതിരിക്കുമ്പോഴാണ്. അപ്പൊ ഇതിലെ റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് മോഷനുമായി ബന്ധപ്പെട്ട് ലിഫ്റ്റ് ഫോഴ്സ് occurs on a body when there is symmetry അല്ല വേണ്ടത്. സിമ്മട്രി ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ആയി പോകും. സിമ്മട്രിയിലല്ല കാര്യം, സിമ്മട്രി അല്ല വേണ്ടത്, സിമ്മട്രിക്കൽ അല്ല സിമ്മട്രി ഉണ്ടാവാൻ പാടില്ല. അപ്പോഴാണ് രണ്ടിടത്ത് പ്രഷർ ഡിഫറൻസ് കിട്ടുന്നതും ലിഫ്റ്റ് ഫോഴ്സ് ഉണ്ടാകുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പാർട്ടുമായി ബന്ധപ്പെട്ട് ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഡ്രാഗ് ഫോഴ്സ് ലിഫ്റ്റ് ഫോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഫ്ലൂയിഡ് ഡൈനാമിക്സ് ഫോഴ്സിൽ എടുക്കുമ്പോൾ രണ്ട് ഫോഴ്സസ് ഫ്ലൂയിഡ് ഡൈനാമിക്സ് നമുക്ക് കിട്ടുന്നതാണ്. ഒന്ന് ഡ്രാഗ് ഫോഴ്സ്, മറ്റൊന്ന് ലിഫ്റ്റ് ഫോഴ്സ്. ഇത് രണ്ടും നമുക്ക് കിട്ടുന്ന എവിടെ? വെൻ എ ബോഡി ഈസ് കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ്ഡ് ഇൻ എ മൂവിംഗ് ഫ്ലൂയിഡ്. അപ്പൊ കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ്ഡ് ഇൻ എ മൂവിംഗ്. അപ്പൊ ഇതുമായി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. വെൻ എ ബോഡി ഈസ് കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ്ഡ് ഇൻ എ മൂവിംഗ് ഫ്ലൂയിഡ്. അപ്പൊ അതിൽ നിന്ന് വരുന്ന റിസൾട്ടന്റ് ഫോഴ്സ്, രണ്ട് ടോട്ടൽ ഫോഴ്സിനെ റിസൾട്ടന്റ് ഫോഴ്സിനെ നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. ഒന്ന് ഡ്രാഗ് ഫോഴ്സ് ആയിട്ടും മറ്റൊന്ന് ലിഫ്റ്റ് ഫോഴ്സ് ആയിട്ടും. ഓക്കെ, when a body is completely immersed in a moving fluid, the surrounding fluid exert a resultant force on it. ആ റിസൾട്ടന്റ് ഫോഴ്സിന്റെ രണ്ട് കമ്പോണന്റ് ആണ് ഒരു ഡ്രാഗ് ഫോഴ്സും മറ്റൊന്ന് ലിഫ്റ്റ് ഫോഴ്സും. ഓക്കെ, the drag force is the component of force parallel to the direction of relative flow motion. It opposes the motion of body.
ബോഡി മൂവ് ചെയ്യുന്നതിന്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ട് കിട്ടുന്ന റിസൾട്ടന്റ് ഫോഴ്സിന്റെ കമ്പോണന്റ് തന്നെ ഡ്രാഗ് ഫോഴ്സ് എന്നും, ഇനി ബോഡി മൂവ് ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ നമുക്ക് കിട്ടുന്ന ആ റെസിസ്റ്റീവ് ഫോഴ്സ് പറയുന്ന പേരാണ് ലിഫ്റ്റ് ഫോഴ്സ്. അപ്പൊ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സോളിഡ് ബോഡി ബൈ ദ ഫ്ലൂയിഡ് എന്ന് പറയുന്നതാണ് ഈ ഡ്രാഗ് ഫോഴ്സിന്റെ ലിഫ്റ്റ് ഫോഴ്സിന്റെ സമ്മാണ്. വെറും സം അല്ലാട്ടോ, വെക്ടോറിക്കൽ സമ്മാണ്. എങ്കിലേ നമുക്ക് റിസൾട്ടന്റ് ഫോഴ്സ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിന് ഡ്രാഗ് ഫോഴ്സിനെ തന്നെ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. രണ്ട് ടൈപ്പ് ഡ്രാഗ് ഫോഴ്സ് ഉണ്ട്. ഡ്രാഗ് ഫോഴ്സ് ഇസ് സം ഓഫ് സ്കിൻ ഫ്രിക്ഷൻ ആൻഡ് പ്രഷർ ഫോഴ്സ്. രണ്ടെണ്ണം ഉണ്ട്. സ്കിൻ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്ന ഷിയർ സ്ട്രെസ്, അതായത് നമ്മുടെ ബോഡിയിൽ ആക്ച്വലി പാരലൽ ആയിട്ട് ഉണ്ടാവുന്ന പാരലൽ ഫോഴ്സിന്റെ, അതായത് ടാൻജൻഷ്യൽ ഫോഴ്സ് മൂലം ഉണ്ടാവുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കിൻ ഫ്രിക്ഷൻ ഡ്രാഗ് എന്ന് പറയുന്നത്. ഇറ്റ്സ് കോസ്ഡ് ബൈ ദ ഷിയർ സ്ട്രെസ് ആക്ടിങ് ഡയറക്ട്ലി അലോങ് ദ സർഫസ് ഓഫ് ബോഡി ഡ്യൂ ടു ഫ്ലൂയിഡ് വിസ്കോസിറ്റി. ഫ്ലൂയിഡ് വിസ്കോസിറ്റി മൂലം സോളിഡ് സർഫസിൽ നിന്ന് ടാൻജൻഷ്യൽ ഫോഴ്സ് മൂലം ഉണ്ടാകുന്ന റെസിസ്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ ഡ്രാഗ് അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഡ്രാഗ് ഡ്യൂ ടു സ്കിൻ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഹെവിലി ഓൺ ദ ഫ്ലൂയിഡ് വിസ്കോസിറ്റി, സർഫസ് റഫ്നെസ്, ടോട്ടൽ വെറ്റഡ് സർഫസ് ഏരിയ. എത്ര സർഫസ് ഏരിയയിലാണ് ഫ്ലൂയിഡ് ഇൻ കോണ്ടാക്ട് വരിക, അതുകൊണ്ടാണ് നമ്മൾ വെറ്റഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്കിൻ ഫ്രിക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എല്ലാം നമ്മൾ ഓർത്തിരിക്കുക. ഫ്ലൂയിഡ് വിസ്കോസിറ്റി ഉണ്ട്, സർഫസ് റഫ്നെസ് ഉണ്ട്, ടോട്ടൽ വെറ്റഡ് ഏരിയാസ് ഉണ്ട്. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് ഡ്രാഗ് ഫോഴ്സ് ആണ് പ്രഷർ ഡ്രാഗ് ഫോഴ്സ്. പ്രഷർ ഡ്രാഗ് ഫോഴ്സ് ഇറ്റ് ക്യാൻ ബി കോസ്ഡ് ബൈ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രണ്ട് ആൻഡ് ദ ബാക്ക് ഓഫ് ദ ബോഡി. ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു സ്റ്റാഗ്നേഷൻ സോൺ ഉണ്ടാവും, ഹൈ പ്രഷർ സോൺ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഒരു ബോഡിയുടെ ഫ്രണ്ട് സൈഡില് ഒരു പ്രഷറും അതിന്റെ ബാക്ക് സൈഡിൽ വേറൊരു പ്രഷറും വരുമ്പോൾ പ്രഷർ ഡിഫറൻസ് മൂലം ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഉണ്ടാകുന്ന ഡ്രാഗ് ഫോഴ്സ്, അതായത് മൂവ്മെന്റിന് ഓപ്പോസിറ്റ് ആയിട്ട് ഈ പ്രഷർ ഡീവിയേഷൻ, പ്രഷർ ഡിഫറൻസ് കൊണ്ട് നമുക്കൊരു ഫോഴ്സ് ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ പ്രഷർ ഡ്രാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഫോം ഡ്രാഗ് എന്ന് പറയും. അത് ഷേപ്പ് കൊണ്ടാണ് ആ സംഗതി ഉണ്ടായിപ്പോയത്. ഓക്കെ, ഫോം ഡ്രാഗ് ഷേപ്പ് കൊണ്ട്, ഡിസൈനിലെ ഫെയിലിയർ കൊണ്ടാണ് അങ്ങനെ ഒരു പ്രഷർ ഡ്രാഗ് ഉണ്ടാവാനുള്ള കാരണം. ഓക്കെ, സോ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രണ്ട് ആൻഡ് ദ ഫ്രണ്ട് സ്റ്റാഗ്നേഷൻ സോൺ. ഈ ഫ്രണ്ട് ഇതിൽ വരുന്നത് സ്റ്റാഗ്നേഷൻ സോണിൽ ഹൈ പ്രഷർ ആയിരിക്കും, ആൻഡ് ദ ബാക്ക് സ്റ്റാഗ്നേഷൻ സോൺ എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റഡ് വേക്ക് സോൺ ആയിരിക്കും ഉണ്ടാവും, ഒരു ലോ പ്രഷർ റീജിയൻ ഉണ്ടാവും. അപ്പൊ ഈ ഹൈ പ്രഷറും ലോ പ്രഷറും വരുന്നതിനനുസരിച്ച് നമ്മുടെ മൂവ്മെന്റിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സ്ട്രോങ്ലി ഓൺ ഷേപ്പ് ആൻഡ് ജോമെട്രി ഓഫ് ദ ബോഡി. ഓക്കെ, ആൻഡ് ഫ്ലോ സെപ്പറേഷൻ. ഫ്ലോ സെപ്പറേഷൻ അതേപോലെ നമ്മൾ എടുക്കുന്ന ബോഡിയുടെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്താണ് പ്രഷർ ഡ്രാഗ് ഉണ്ടാവുന്നത്. അപ്പൊ ഇനി നമ്മൾ അതിനെ ഇൻ ഡെപ്തിൽ കുറച്ചും കൂടി നോക്കുകയാണ് എങ്ങനെയാണ് ഈ സംഗതികളൊക്കെ ഡിഫറെന്റ് ഷേപ്പിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫ്ലോ സെപ്പറേഷൻ, സോ ഒരു സ്ട്രീം ലൈൻഡ് ബോഡി എടുക്കുന്നു, അതേപോലെ ഒരു ബ്ലഫ് ബോഡി എടുക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഓപ്ഷനിലകത്ത് ഉണ്ടായിരുന്നു ബ്ലഫ് ബോഡിയെ കുറിച്ചൊക്കെ. ഓക്കെ, അപ്പൊ സ്ട്രീം ലൈൻഡ് ബോഡി ആണെങ്കിൽ അത് എയറോഫോയിൽ സ്ട്രക്ചർ ആണ്, ഒരു ഫിഷിന്റെ സ്ട്രക്ചർ ആണ്. എയറോപ്ലെയിൻ, ബുള്ളറ്റ് ട്രെയിൻ, വന്ദേ ഭാരത്, ഇതിന്റെയൊക്കെ ഷേപ്പ് സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണ്? എയറോഫോയിൽ സ്ട്രക്ചർ ആണ്, ഫിഷ് സ്ട്രക്ചർ ആണ്. അപ്പൊ അതിനകത്ത് ഫ്ലോ സെപ്പറേഷൻ ഉണ്ടാവുമോ? ഫ്ലോ സെപ്പറേഷൻ ഉണ്ടാവുന്നില്ല. ഓക്കെ, ഇറ്റ് ഒക്കേഴ്സ് വെരി ക്ലോസ് ടു ദ ട്രെയിലിംഗ് എഡ്ജ്. ഉണ്ടാവുന്നുണ്ടോ എന്ന് വെച്ചാൽ വളരെ കുറച്ച്, മൈന്യൂട്ടേ ഉള്ളൂ. അപ്പൊ സ്ട്രീം ലൈൻഡ് ബോഡി എടുത്തു കഴിഞ്ഞാൽ ഫ്ലോ സെപ്പറേഷൻ നമ്മൾ ഡിലേ ചെയ്യിക്കും. ഓക്കെ, അപ്പൊ അതേപോലെ ഇനി ഒരു ബ്ലഫ് ബോഡി ആണെങ്കിലോ വെറും സ്പിയർ, സിലിണ്ടർ, ഒരു റെക്ടാംഗുലർ ഷേപ്പ്, ഒക്കേഴ്സ് എയർലി ഓൺ ദ ബോഡി. അതിന്റെ തുടക്കത്തിൽ തന്നെ ഫ്ലോ സെപ്പറേഷൻ ഉണ്ടാവും. ഫ്ലോ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് പ്രഷർ റീജിയൻസ് ഉണ്ടാവും. ഇനി അടുത്ത ഫീച്ചർ നമ്മൾ പറയുന്നത് വേക്ക് റീജിയൻ. ഈ വേക്ക് റീജിയൻ സ്ട്രീം ലൈൻഡ് ബോഡി ആണെങ്കിൽ വളരെ സ്മോൾ ഉണ്ടാവുള്ളൂ. ഓക്കെ, പക്ഷേ ഈ ബ്ലഫ് ബോഡി ആണെങ്കിൽ വെരി ലാർജ് ആൻഡ് ടർബുലൻസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ടർബുലൻസ് ക്രിയേറ്റ് ചെയ്യും. എന്തുകൊണ്ടാണ്? ഈ ഷേപ്പ് കൊണ്ട്. ഇനി ഡോമിനന്റ് ഡ്രാഗ് ഫോഴ്സ് ഏതാണ്? സ്ട്രീം ലൈൻ ബോഡിയിലെ ഡോമിനന്റ് ആയിട്ടുള്ള ഡ്രാഗ്, നമ്മൾ പറഞ്ഞു ഡ്രാഗ് ഫോഴ്സ് രണ്ടെണ്ണം ഉണ്ട്. ഫ്രിക്ഷൻ ഡ്രാഗ്, അതായത് സ്കിൻ ഫ്രിക്ഷനും ഉണ്ട്, പ്രഷർ ഡ്രാഗും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കേസില് പ്രഷർ ഡ്രാഗ് നെഗ്ലിജിബിൾ ആണ്. കാരണം എന്താണ്?
പ്രഷർ ഡിഫറൻസ് നമ്മൾ ഉണ്ടാക്കുന്നില്ല. എല്ലായിടത്തും സ്ട്രീം ലൈൻ ആയിട്ട് കൊടുത്തേക്കാണ്. എയറോഫോയിൽ സ്ട്രക്ചർ കൊടുക്കുമ്പോൾ പ്രഷർ ഡ്രാഗ് കുറയ്ക്കാനാണ് ഇമ്പോർട്ടൻറ്റ്. സ്ട്രെസ് ചെയ്ത് പഠിക്കണം നമ്മൾ. അപ്പൊ സ്ട്രീം ലൈൻ ബോഡി കൊണ്ട് എന്താണ് ഡ്രാഗ് ഫോഴ്സ് ഇല്ലേ? ഡ്രാഗ് ഫോഴ്സ് ഉണ്ട്. ഏത് ഡ്രാഗ് ഫോഴ്സേ ഉള്ളൂ? ഫ്രിക്ഷൻ ഡ്രാഗ് ഫോഴ്സേ ഉള്ളൂ. സർഫസില്, സോളിഡിന്റെ സർഫസിൽ ലിക്വിഡ് ടച്ച് ചെയ്യുന്നത് കൊണ്ട് അതിന്റെ വിസ്കോസിറ്റി മൂലം ഉണ്ടാകുന്ന ഡ്രാഗ് മാത്രമേ ഉള്ളൂ. അതാണ് ഫ്രിക്ഷൻ ഡ്രാഗ്, സ്കിൻ ഡ്രാഗ്. അവിടെ പ്രഷർ ഡ്രാഗ് എന്തില്ല? നമ്മുടെ സ്ട്രീം ലൈൻ ബോഡിയിൽ ഉണ്ടാവുന്നില്ല. അപ്പൊ നമ്മൾ റേസിംഗ് കാറൊക്കെ അതിന്റെ സ്ട്രീം ലൈൻ്റെ സ്ട്രക്ചറിൽ ഉണ്ടാക്കിയതുകൊണ്ട് ഒറ്റ ഗുണമുള്ളൂ, നമുക്ക് പ്രഷർ ഡ്രാഗ് കുറയ്ക്കാൻ പറ്റും. പക്ഷെ ഒരു ബ്ലഫ് ബോഡി എടുത്തു കഴിഞ്ഞാൽ പ്രഷർ ഡ്രാഗ് വളരെ കൂടുതലായിരിക്കും. ഫ്രിക്ഷൻ ഡ്രാഗ് ഇസ് നെഗ്ലിജിബിൾ ജസ്റ്റ് ബിക്കോസ് ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദ സർഫസ് ആൻഡ് ഫ്ലൂയിഡ് വിൽ ബി മിനിമം. അത് എയർലി തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലോ സെപ്പറേഷൻ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നില്ല? നമ്മൾ ഈ പറയുന്ന ഷേപ്പിന്റെ ഒന്നും സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. പിന്നെ ഫ്ലോ സെപ്പറേഷൻ കാരണം എൻഡിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും ആദ്യത്തെ ഒരു കുറച്ച് സൈഡിൽ ടച്ച് ചെയ്യും, പിന്നെ ടച്ചിങ്ങേ ഇല്ല. അപ്പൊ എന്താണ്? ഫ്രിക്ഷൻ ഡ്രാഗ് ഫോഴ്സ് നെഗ്ലിജിബിൾ ആണ്, പക്ഷെ പ്രഷർ ഡ്രാഗ് ഫോഴ്സ് ഇസ് ഹ്യൂജ് ബിക്കോസ് ഓഫ് ഫ്ലോ സെപ്പറേഷൻ. ഓക്കെ, ദെൻ പ്രൈമറി ഡിസൈൻ ഗോൾ മിനിമൈസ് ദ പ്രഷർ ഡ്രാഗ്. പ്രഷർ ഡ്രാഗിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രീം ലൈൻഡ് ബോഡീസ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, ദെൻ ബ്ലഫ് ബോഡീസ് വരുമ്പോഴോ ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും. മാക്സിമം ഡ്രാഗ് അപ്ലിക്കേഷൻസ് ആണ്. പാരച്യൂട്ടിലൊക്കെ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമുക്ക് ഡ്രാഗ് വേണം. പാരച്യൂട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? ലാർജ് എമൗണ്ട് ഓഫ് ഡ്രാഗ് ഫോഴ്സ് കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലഫ് ബോഡി അല്ലെങ്കിൽ സ്ട്രീം ലൈൻഡ് ബോഡി ഉപയോഗിക്കാത്തത്. ഓക്കെ, അപ്പൊ അത് ഓർക്കണം. അപ്പൊ പാരച്യൂട്ടിന്റെ ഷേപ്പ് എയറോഫോയിൽ സ്ട്രക്ചർ ആണെങ്കിൽ പാരച്യൂട്ടിന്റെ ഫംഗ്ഷൻ നടക്കില്ല. നമുക്ക് ഡ്രാഗ് ഫോഴ്സ്, ലാർജ് ഡ്രാഗ് ഫോഴ്സ് വേണം, എങ്കിലേ ഡീസലറേഷൻ കിട്ടി അത് ബോട്ടത്തിൽ എത്തുമ്പോഴത്തേക്കും ലോ ടെർമിനൽ വെലോസിറ്റിയിലേക്ക് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഈ പാർട്ടുകൾ ഒന്നുകൂടെ ഒന്ന് കവർ ചെയ്ത് പോയാൽ നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും. രണ്ട് ടൈപ്പ് ഓഫ് നമ്മുടെ ടോട്ടൽ ഇതിൽ വരുന്ന രണ്ട് ഫോഴ്സ് ആണ്. ഒന്ന് ഡ്രാഗ് ഫോഴ്സും മറ്റൊന്ന് ലിഫ്റ്റ് ഫോഴ്സും. അത് ഫ്ലൂയിഡ് സോളിഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ രണ്ട് കമ്പോണൻസ് ആണ്. ഒന്ന് ഡ്രാഗും ഒന്ന് ലിഫ്റ്റ് ഫോഴ്സും. അതിൽ ഡ്രാഗ് ഫോഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് എന്ന് പറയുന്നത് സ്കിൻ ഫ്രിക്ഷൻ കൊണ്ടും രണ്ടാമത്തേത് പ്രഷർ ഡ്രാഗ് ഫോഴ്സും ആണ്. എയറോഫോയിൽ സ്ട്രക്ചർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, സ്ട്രീം ലൈൻഡ് ബോഡി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രഷർ ഡ്രാഗ് ഉണ്ടാവില്ല, പകരം ഉണ്ടാവുന്ന സ്കിൻ ഫ്രിക്ഷൻ ഡ്രാഗ് മാത്രമായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ഫോർമുലാസ് കൂടെ ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് വിടുകയാണ്. ഡ്രാഗ് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഹാഫ് ടൈംസ് ഏത് ഡ്രാഗ് ഫോഴ്സ് ആണ്? സ്കിൻ ഡ്രാഗ് ഫോഴ്സ്, ടോട്ടൽ ഡ്രാഗ് ഫോഴ്സ് നമുക്ക് ഇവിടെ കിട്ടുക. പ്രഷറും അതേപോലെ നമ്മുടെ സ്കിൻ ഫ്രിക്ഷൻ കൂടുതൽ വരും. ഹാഫ് ടൈം സി ഡി ഇൻറ്റു റോ എ വി സ്ക്വയർ. ഓക്കെ, അപ്പൊ റോ എന്ന് പറഞ്ഞ ഡെൻസിറ്റി ആണ്, വി എന്ന് പറഞ്ഞ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ്. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ്. എ എന്ന് പറഞ്ഞ പ്രൊജക്റ്റഡ് ഏരിയ ആണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഏരിയ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, വെറ്റഡ് ഏരിയ എന്ന് നമുക്ക് പറയാം. ഇനി സി ഡി എന്ന് പറഞ്ഞ ഡ്രാഗ് കോഎഫിഷ്യന്റും സി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് ഇക്വേഷൻ ഒരേപോലെയാണ്. സി ഡിയും സി എല്ലും മാത്രമേ മാറ്റം വരുന്നുള്ളൂ. ഓക്കെ, സിമ്പിൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു പാർട്ടിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഡ്രാഗ് ഫോഴ്സ്, ലിഫ്റ്റ് ഫോഴ്സ്. ഓക്കെ, ദെൻ ജനറേഷൻ ഓഫ് ലിഫ്റ്റ് ഫോഴ്സ്. എങ്ങനെയാണ് ലിഫ്റ്റ് ഫോഴ്സ് കിട്ടുക? ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു പാർട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് വന്നത്. അസിമെട്രി ഈസ് എസെൻഷ്യൽ. സിമെട്രി ഉണ്ടാവാൻ പാടില്ല. ലിഫ്റ്റ് requires the asymmetry flow which create a pressure difference across the top and bottom of the surface. Okay, higher the velocity, lower the pressure. അത് നമ്മുടെ ബെർണോളിസ് പ്രിൻസിപ്പിൾ ആണ്. കൈനറ്റിക് എനർജിയും പ്രഷർ എനർജിയും അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി കൺവേർട്ടബിൾ ആണ്. ഹയർ ദ വെലോസിറ്റി, ലോവർ ദ പ്രഷർ. അപ്പൊ ഏറ്റവും ടോപ്പിലൂടെ ഒരു എയ്റോപ്ലെയിൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ ടോപ്പ് പാർട്ടും ബോട്ടം പാർട്ടിലും സിമെട്രിക്കൽ അല്ല. ഓക്കെ, അപ്പൊ അതിന്റെ മുകളിലൂടെ സ്ട്രീം ലൈൻഡ് ആണ്. ഹൈ വെലോസിറ്റിയിൽ നമ്മുടെ എയർ പാസ് ചെയ്യും, അവിടെ പ്രഷർ കുറയും. ബോട്ടം പാർട്ടിൽ പ്രഷർ കൂടുതലായിരിക്കും. സോ ഓട്ടോമാറ്റിക്കലി ഹൈ പ്രഷർ ടു ലോ പ്രഷർ നമുക്ക് ഫ്ലോ കിട്ടും, ലിഫ്റ്റ് കിട്ടും, ഒരു പ്രഷർ ഫോഴ്സ് മുകളിലേക്ക് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ സിമ്മട്രി ഉണ്ടെങ്കിൽ ഈ കലാപരിപാടി രണ്ടിടത്ത് ഈക്വൽ ആയി പോകും. സിമ്മട്രി ഉണ്ടാവാൻ പാടില്ല. അസിമെട്രിക് ഫ്ലോ നമുക്ക് കിട്ടണം. ഇറ്റ് ക്രിയേറ്റ്സ് പ്രഷർ ഡിഫറൻസ് അക്രോസ് ടോപ്പ് ആൻഡ് ബോട്ടം സർഫസ്. അവിടെ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഓർത്തിരിക്കുക, ബെർണോളിസ് പ്രിൻസിപ്പിൾ ആണ് കിട്ടുക. ഹയർ ദ വെലോസിറ്റി, ലോവർ ദ പ്രഷർ. ആ ഒരു മ്യൂച്വൽ ആയിട്ടുള്ള കൺവേർഷന്റെ ബേസിലാണ് രണ്ടിടത്ത് പ്രഷർ ഡിഫറൻസ് കിട്ടി ലിഫ്റ്റ് ഫോഴ്സ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു എഫക്റ്റ് ഉണ്ട്, മാഗ്നസ് എഫക്ട്.
റൊട്ടേറ്റിംഗ് സ്പിയർ, ഇതിപ്പോ നമ്മളിപ്പോ ഇവിടെ ലിഫ്റ്റിന്റെ കേസ് പറഞ്ഞപ്പോ എയറോപ്ലെയിൻ, എയറോഫോയിൽ, സ്ട്രക്ചർ ഒക്കെ ആയിക്കോട്ടെ, അതുണ്ടാവും. ഇനി നമ്മൾ മാഗ്നസ് എഫക്ട് ഇതുമായി ബന്ധപ്പെട്ട റൊട്ടേറ്റിംഗ് സിലിണ്ടർ ഓഫ് സ്പിയർ ഇൻ എ ഫ്ലൂയിഡ് ഫ്ലോ ക്രിയേറ്റ്സ് അസിമെട്രി. ആ അസിമെട്രി കിട്ടുന്നതിന്റെ ഫലമായിട്ട് ജനറേറ്റിംഗ് എ ലാറ്ററൽ ലിഫ്റ്റ് ഫോഴ്സ് പെർപെൻഡിക്കുലർ ടു ദ മെയിൻ ഫ്ലോ ഡിറക്ഷൻ. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ഫുട്ബോളിലൊക്കെ എന്താ പറയാ, ബോള് സ്വന്തമായിട്ട് ടേൺ ചെയ്തു പോകുന്നത്, സ്വന്തമായിട്ട് ടേണിങ് ഉണ്ടാവുന്നുണ്ട്. അത് ഈ മാഗ്നസ് എഫക്ട് കൊണ്ടാണ്. അപ്പൊ എയറില് ഒരു ബോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഡ്യൂ ടു ദ അസിമെട്രി കാരണം ഒരു പാർട്ടില് ലോ പ്രഷർ, മറ്റേ പാർട്ടിൽ ഹൈ പ്രഷർ ക്രിയേഷൻ ഉണ്ടാവുന്നുണ്ട്. ആ ഇത് കാരണം ഒരു ലിഫ്റ്റ് ഫോഴ്സ് കിട്ടും. ഇനി സിമ്മട്രി ഉണ്ടായ എന്താ പ്രശ്നം? ഇഫ് ദ ഫ്ലോ ആൻഡ് ജോമെട്രി ആർ സിമെട്രിക്കൽ, കോഎഫിഷ്യന്റ് ഓഫ് ലിഫ്റ്റ് 0 ആവും, അതേപോലെ ഫോഴ്സും 0 ആവും. എന്ത്? ലിഫ്റ്റ് ഫോഴ്സും 0 ആവും. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യം, അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിനകത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റായി പോയി, സിമ്മട്രി എന്നും പറഞ്ഞാണ് തന്നിട്ടുള്ളത്. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോവാം. A water plane area, the plane area of the heavily bottom loaded cargo ship is shown in the figure. ഇതൊരു ഷിപ്പാണ്, അതില് കാർഗോ ഷിപ്പാണ്, അതിന്റെ ബോട്ടം പാർട്ടിൽ നന്നായി ലോഡ് കയറ്റിയിട്ടുണ്ട്. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് സ്റ്റെബിലിറ്റി ഓഫ് ദ ഫ്ലോട്ടിംഗ് ഷിപ്പ്. അപ്പൊ സ്റ്റെബിലിറ്റി, ഫ്ലോട്ടിങ്ങിലും രണ്ട് രീതിയിലുള്ള സ്റ്റെബിലിറ്റി ഉണ്ട്. ഒന്ന് ഫ്ലോട്ടിങ്ങിന്റെ കേസിലുള്ള സ്റ്റെബിലിറ്റി ഉണ്ട്, മറ്റൊന്ന് ഇമേഴ്സ്ഡ് ആയിട്ടുള്ളത്. രണ്ട് സ്റ്റെബിലിറ്റി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ദ ഷിപ്പ് ഈസ് ലീസ്റ്റ് സ്റ്റേബിൾ ഇൻ പിച്ചിങ്, ഷിപ്പ് ഈസ് മോർ സ്റ്റേബിൾ ഇൻ റോളിംഗ്. ദ റൊട്ടേഷണൽ സ്റ്റെബിലിറ്റി അബൌട്ട് YY ആക്സിസ് ഈസ് ദ ഡിസൈൻ ക്രൈറ്റീരിയ. സെന്റർ ഓഫ് ബയോൺസി ഈസ് ലൈസ് ബിലോ ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പൊ ഇതിൽ നിന്നും ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഇതെന്തായാലും തെറ്റാണ്. ലാസ്റ്റ് വൺ കേൾക്കുമ്പോൾ തന്നെ അറിയാം, സെന്റർ ഓഫ് ബയോൺസി ലൈസ് ബിലോ ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേബിൾ അല്ല. Then rotational stability about the YY axis is the നോക്കിക്ക് ഏത് ആക്സിസിന് അബൌട്ട് ആയിട്ടാണ് ഇതിന് ഡിസൈൻ നമ്മൾ എടുക്കേണ്ടത്? ഏറ്റവും എളുപ്പത്തിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതാ? XX അബൌട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ YYക്ക് അബൌട്ട് ആയിട്ട് പെട്ടെന്ന് റൊട്ടേറ്റ് ചെയ്യും, സ്റ്റെബിലിറ്റി പെട്ടെന്ന് കയ്യിൽ നിന്ന് പോവും. അപ്പൊ നമ്മൾ ഏതിന് അബൌട്ട് ആയിട്ട് ഡിസൈൻ ചെയ്യണം? YYക്ക് അബൌട്ട് ആയിട്ട് ഡിസൈൻ ചെയ്യണം. സോ ദ റൊട്ടേഷണൽ സ്റ്റെബിലിറ്റി അബൌട്ട് YY ആക്സിസ് ഇസ് ദ ഡിസൈൻ ക്രൈറ്റീരിയ. ഡിസൈൻ ക്രൈറ്റീരിയ ആവാനുള്ള കാരണം എന്താണ്? അതാണ് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ളത്, ക്രൂഷ്യൽ ആയിട്ടുള്ളത്, ഏറ്റവും അൺസേഫ് ആയിട്ടുള്ള റൊട്ടേഷൻ എന്ന് പറയുന്നത് അബൌട്ട് ദ YY ആക്സിസ് ആണ്. YY ആക്സിസിന് അബൌട്ട് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ഇത് സംഭവം റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഷിപ്പ് ഈസ് മോർ സ്റ്റേബിൾ ഓൺ റോളിംഗ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇതിൽ സ്റ്റേബിൾ ആയിട്ടുള്ള പിച്ചിങ്ങിന് അബൌട്ട് ആണ് സ്റ്റേബിൾ ആയിട്ടുള്ളത്. റോളിംഗ് പെട്ടെന്ന് റോളിംഗ് നടക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4മായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ്. ഓക്കെ, സോ സ്റ്റെബിലിറ്റി ഓഫ് ഫ്ലോട്ടിംഗ് ആൻഡ് സബ്മേർജ്ഡ് ബോഡീസ്. ഫസ്റ്റ് നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കണം. രണ്ട് ടൈപ്പ് സ്റ്റെബിലിറ്റി കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് സ്റ്റെബിലിറ്റി ഓഫ് ഫ്ലോട്ടിംഗ്, മറ്റൊന്ന് സ്റ്റെബിലിറ്റി ഓഫ് സബ്മേർജ്ഡ് ബോഡീസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കുന്ന കുറച്ച് ടെർമിനോളജി. സെന്റർ ഓഫ് ബയോൺസി, ദ സെൻട്രോയിഡ് ഓഫ് ഡിസ്പ്ലേസ്ഡ് വോളിയം ഓഫ് ഫ്ലൂയിഡ്. ഓക്കെ, അപ്പൊ എത്രത്തോളം ഫ്ലൂയിഡ് ആണ് ഒരു സംഭവം വെള്ളത്തിലിടുമ്പോൾ, എത്രത്തോളം വാട്ടർ ആണോ ഡിസ്പ്ലേസ് ആയിട്ടുള്ളത്, അതിന്റെ സെൻട്രോയിഡിനെയാണ് നമ്മൾ സെന്റർ ഓഫ് ബയോൺസി എന്ന് പറയുന്നത്. ഓക്കെ, ദ അപ്വേർഡ് ബയോൺ ഫോഴ്സ് ആക്ച്വലി ആക്ടിങ് ഓൺ ദ സെന്റർ ഓഫ് ബയോൺസി, പ്രഷർ സെന്റർ. ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണ്? ഇറ്റ് ഈസ് ദ പോയിന്റ് ത്രൂ വിച്ച് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് ആക്ടിങ്. അത് സോളിഡ് ബോഡിയെ ബേസ് ചെയ്താ. സെന്റർ ഓഫ് ബയോൺസി എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ടോ, ആ ഡിസ്പ്ലേസ് ചെയ്ത ഫ്ലൂയിഡിന്റെ സെൻട്രോയിഡിനെയാണ് നമ്മൾ എന്ത് പറയാ? സെന്റർ ഓഫ് ബയോൺസി എന്ന് പറഞ്ഞു. ഇനി മറ്റൊരു സംഗതി കൂടി ഉണ്ട്, മെറ്റാ സെന്റർ. ഇറ്റ് ഈസ് എ പോയിന്റ് അബൌട്ട് വിത്ത് ദ ഫ്ലോട്ടിംഗ് ബോഡി സ്റ്റാർട്ട്സ് ഓസിലേറ്റിംഗ്. ഫ്ലോട്ട് ചെയ്യുന്ന ഒരു ബോഡി ഓസിലേറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ മെറ്റാ സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറയുന്നത്
ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും മെറ്റാസെന്ററും തമ്മിലുള്ള ഹൈറ്റിനെയാണ് മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ബി എന്ന് പറയുന്നത് ബയോൺസി ആണ്. ഓക്കെ, ബി എം എന്ന് പറയുന്ന മെറ്റാസെൻട്രിക് റേഡിയസ് ആണ്, ഡിസ്റ്റൻസ് ഫ്രം ബയോൺസി പോയിന്റ് ടു മെറ്റാസെന്റർ. ഓക്കെ, ഇനി ഇവിടെ പറയുന്ന ബി എം എന്ന് പറയുന്നത് സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ്. അതിനകത്ത് നിന്നാണ് നമ്മൾ ബി എം കിട്ടുക. ഈ ഇക്വേഷൻ നമുക്ക് അതിനകത്ത് നിന്ന് ഓർത്തിരിക്കണം. ഓക്കെ, ബി ജി ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് ബയോൺസി ആൻഡ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. ആ വാക്ക് ക്ലിയർ ആണ്. കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം ഓർ സ്റ്റെബിലിറ്റി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ശ്രദ്ധിച്ചോ, സബ്മേർജ്ഡ് ബോഡിയുടെ എപ്പോഴാണ് അത് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാവുക എന്നുള്ളതാണ്. ഓക്കെ, ശ്രദ്ധിച്ചോ, സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ ഏതാണ് സബ്മേർജ്ഡ് ബോഡി. സബ്മേർജ്ഡ് ബോഡിയുടെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എല്ലാം റിലേറ്റ് ചെയ്യുന്ന എന്തിനെയാണ്? സെന്റർ ഓഫ് ബയോൺസിനെയും സെന്റർ ഓഫ് ഗ്രാവിറ്റിനെയും മാത്രമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ എന്താണ്? റിലേറ്റീവ് പൊസിഷൻ സെന്റർ ഓഫ് ഗ്രാവിറ്റി ലൈ ബിലോ ദ ബയോൺസി പോയിന്റ്. സെന്റർ ഓഫ് ഗ്രാവിറ്റി ബയോൺസി പോയിന്റിന് താഴെയാണെങ്കിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആയിരിക്കും. അപ്പൊ അതിന്റെ ബിഹേവിയർ എന്തായിരിക്കും? നമ്മളൊരു ചെറിയ ഒരു മാറ്റം കൊടുത്താൽ, ഒരു ചെറിയ ആൾട്രേഷൻ കൊടുത്താൽ എന്ത് സംഭവിക്കും? റീസ്റ്റോറിംഗ് കപ്പിൾ ബ്രിങ്സ് ദ ബോഡി ബാക്ക് ടു ദ ഒറിജിനൽ പൊസിഷൻ. റീസ്റ്റോറിംഗ് കപ്പിൾ ഉണ്ടാവും. ഓക്കെ, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എപ്പോഴാ? സെന്റർ ഓഫ് ഗ്രാവിറ്റി ലൈസ് എബവ് ദ ബയോൺസി പോയിന്റ്. ഓവർ ടേണിംഗ് കപ്പിളാണ്. ചെറുതായിട്ട് ഒരു ടിൽറ്റിംഗ് ഉണ്ടായാൽ മതി, കപ്പൽ മറിഞ്ഞു പോകും. ഓക്കെ, ന്യൂട്രൽ ഇക്വിലിബ്രിയം ഇത് രണ്ടും ഒരേ പോയിന്റ് ആണ്. ബോഡി റിമൈൻസ് ഇൻ ഇറ്റ്സ് ന്യൂ ടിൽറ്റഡ് പൊസിഷൻ. അപ്പൊ നമ്മൾ ചെറുതായിട്ട് ടിൽറ്റ് ചെയ്തു, ആ പൊസിഷനിൽ നിൽക്കും, തിരിച്ചു വരുവോ ഇല്ല, മറിഞ്ഞു പോവോ ഇല്ല. അതാണ് സംഭവം. ഇപ്പൊ ഇത് നമ്മളിപ്പോ പറഞ്ഞ ഏതിനെ കുറിച്ചാണ്? സബ്മേർജ്ഡ് ബോഡിയെ കുറിച്ചാണ്. ഓൾറെഡി ഇതിന്റെ ഉള്ളിലുള്ളത് ഒരു ഫ്ലൂയിഡിന്റെ ഉള്ളിലാണ് കംപ്ലീറ്റ്ലി. ഇനി നമ്മൾ പറയുന്നത് ഫ്ലോട്ടിംഗ് ബോഡീസ് ആണ്. ഷിപ്പ്, ബാർഗേജ്, ഇങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ച് പറയുന്നതാണ്. സ്റ്റെബിലിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ മെറ്റാസെൻട്രിക് ഹൈറ്റ് ആൻഡ് റിലേറ്റഡ് ടു ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി. സെന്റർ ഓഫ് ഗ്രാവിറ്റി മെട്രാസെന്ററിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. സ്റ്റേബിൾ ഇക്വിലിബ്രിയം എപ്പോ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സെന്റർ ഓഫ് ഗ്രാവിറ്റി മെറ്റാസെൻട്രിക് ഹൈറ്റ് പോസിറ്റീവ് വാല്യൂ ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റാസെന്റർ എവിടെ ആയിരിക്കണം? മസ്റ്റ് ബി ലൈസ് എബവ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി. മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യാവുന്നേ ഉള്ളൂ. സബ്മേർജ്ഡ് ആണെങ്കിൽ എമ്മിന് പകരം ആരായിരുന്നു? ബയോൺസി പോയിന്റ് എബവ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആയിരുന്നു. ഇവിടെ മെറ്റാസെന്റർ എബവ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. അത്രേ ഉള്ളൂ. അൺസ്റ്റേബിൾ ആണെങ്കിൽ നെഗറ്റീവ് വരിക. മെറ്റാസെന്റർ സെന്റർ ഓഫ് ഗ്രാവിറ്റിക്ക് താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയ ടിൽറ്റ് ചെയ്ത് കൊടുത്താൽ സംഭവം മറിഞ്ഞു വീഴും. ന്യൂട്രൽ ഇക്വിലിബ്രിയം രണ്ടും ഒന്ന്. മെറ്റാസെന്ററും സെന്റർ ഓഫ് ഗ്രാവിറ്റിയും ഒന്നായിരിക്കണം. ഇതിൽ എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നത് മെറ്റാസെന്റർ എപ്പോ എടുക്കണം, സെന്റർ ഓഫ് ബയോൺസി എപ്പോ എടുക്കണം. മെറ്റാസെന്റർ എപ്പോഴും ഫ്ലോട്ടിംഗ് ബോഡിക്കുള്ളതാണ്. ഓക്കെ, സബ്മേർജ്ഡ് ബോഡിക്കുള്ളത് ആരാണ്? സബ്മേർജ്ഡ് ബോഡിക്കുള്ള ബോഡി സബ്മേർജ് ചെയ്തെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ആവുന്നുള്ളൂ. ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ആയെങ്കിലേ നമുക്ക് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഏത് കോൺസെപ്റ്റ് വരിക? ബയോൺസി പോയിന്റ് എന്നുള്ള കോൺസെപ്റ്റ് വരിക. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക. ഇനി നമ്മളിപ്പോ എടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താണ് റോളിങ്, പിച്ചിങ് എന്നൊക്കെ പറയുന്നത്? ഓക്കെ, ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. ദ റോളിങ് എന്ന് പറയുന്ന റൊട്ടേഷൻ അബൌട്ട് വൈ ആക്സിസ് ആണ്. ഓക്കെ, വൈ ആക്സിസിന് അബൌട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ റോളിങ് എന്ന് പറയാം. അപ്പൊ പിച്ചിങ്ങോ? എക്സ് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള റൊട്ടേഷനെയാണ് നമ്മൾ പിച്ചിങ് എന്ന് പറയാം. ആക്സിസ് അലോങ് ദ ലെങ്ത് ഓഫ് ദ ഷിപ്പ്. കേട്ടോ, അപ്പൊ ഇതിനുള്ള ആക്സിസ്, റോളിങ്ങിനുള്ള ആക്സിസ് എതിലായിരിക്കും? along the length of the ship, longitudinal axis ആയിരിക്കും. Moment of inertia IYY is minimum because beam width is small related to the length. കണ്ടോ, ഇതിന്റെ നമ്മൾ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോഴത്തേക്കും ഇതിന്റെ വിഡ്ത്ത് എന്താണ്? ലെങ്തിനെ ബേസ് ചെയ്ത് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ IYY എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ IYY എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. IYY മിനിമം ആയതുകൊണ്ട് റിസൾട്ട് എ സ്മോളർ BM ആൻഡ് ലോവർ GM. ഓക്കെ, ഈ പറയുന്ന നമ്മളുടെ ബയോൺസി പോയിന്റ് തൊട്ട് മെറ്റാസെന്റർ വരെയുള്ള ഹൈറ്റും അതേപോലെ ഈ GM സെന്റർ ഓഫ് ഗ്രാവിറ്റി നിന്ന് മെറ്റാസെന്ററിലേക്കുള്ള ഹൈറ്റും വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ. I is equal to BM divided by എന്താണ്? വോളിയം. ഓക്കെ, ആ സംഭവങ്ങൾ പറഞ്ഞു. The design criteria: ships are least stable in rolling. Okay,
ഷിപ്സ് നോർമലി ഷിപ്സിന്റെ നമുക്ക് എല്ലാ ഷിപ്സ് ഓൾമോസ്റ്റ് ഇതേ രീതി തന്നെയാണ്. ഷിപ്സ് ആർ ലീസ്റ്റ് സ്റ്റേബിൾ ഇൻ റോളിംഗ്, മേക്കിംഗ് YY ആക്സിസ് സ്റ്റെബിലിറ്റി ക്രിട്ടിക്കൽ ഡിസൈൻ കൺസ്ട്രെയിൻ ടു പ്രിവെന്റ് ദ ക്യാപ്സൈസിങ്. ഓക്കെ, അപ്പൊ ഈ ഒരു സംഭവം നമ്മൾ ഓർത്തിരിക്കണം. ഷിപ്പ് ഡിസൈൻ ചെയ്യുന്നത് ഏതിന്റെ ബേസിലാണ്? ഈ പറയുന്ന ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ബേസിലാണ്. അപ്പൊ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഇതിന്റെ സ്റ്റെബിലിറ്റിയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മാറ്റം വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഡിസൈൻ ക്രൈറ്റീരിയ YY ആക്സിസിന് എബൌട്ട് ആയിട്ടായിരിക്കും, അതായത് റോളിംഗ് മോഷൻ ആയിരിക്കും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത്. പിച്ചിങ് മോഷൻ എബൌട്ട് ദ ആക്സിസ് XX ആക്സിസ് അക്രോസ് ദ വിഡ്ത്ത് ഓഫ് ദ ഷിപ്പ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ IXX എന്ന് പറയുന്നത് മാക്സിമം ആണ് ഡ്യൂ ടു ലോങ് ലെങ്ത്. ഓക്കെ, ഇനി ഇറ്റ് റിസൾട്ട് എ വെരി ലാർജ് BM, ഹൈ GM. BM എന്ന് പറഞ്ഞാൽ ബയോൺസി പോയിന്റിൽ നിന്ന് മെറ്റാസെന്റർ വരെയുള്ള ഹൈറ്റ്. GM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെന്റർ ഓഫ് ഗ്രാവിറ്റി തൊട്ട് മെറ്റാസെന്റർ വരെയുള്ള ഹൈറ്റ്, അതും വളരെ കൂടുതലാണ്. മേക്കിംഗ് ഷിപ്പ് എക്സ്ട്രീംലി സ്റ്റേബിൾ ഇൻ ദ പിച്ചിങ്. ഓക്കെ, ദെൻ മറ്റൊന്നുകൂടെ ഇത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. ടൈം പീരീഡ് ഓഫ് റോളിംഗ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു YY ആക്സിസിന് എബൌട്ട് ആയിട്ട് റോളിംഗ് ഉണ്ട്. അപ്പൊ ആ ടൈം പീരീഡിന്റെ ഓസിലേഷൻ ഇത് കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ, ടൈം പീരീഡ് കുറവാണെങ്കിൽ പെട്ടെന്ന് ആടും. ഓക്കെ, പെട്ടെന്ന് ഭയങ്കരമായിട്ടുള്ള ഓസിലേഷൻ വരും. ഓക്കെ, അപ്പൊ അതിന്റെ ഫ്രീക്വൻസി ബേസ് ചെയ്ത് നമുക്ക് പ്രോബ്ലംസ് എന്താണ്, ഈ ഓസിലേഷൻ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കിടന്ന് ഓസിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മറിയാനുള്ള സാധ്യത ഉണ്ടാവും. ഓക്കെ, ഫ്രീക്വൻസി കൂടിപ്പോവും. അപ്പൊ T = 2π√K²/G × GM. അതുപോലെ K എന്ന് പറഞ്ഞ എന്താണ്? റേഡിയസ് ഓഫ് ജൈറേഷൻ ആണ്. അതേപോലെ തന്നെ സ്മോൾ ലെറ്റർ G എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. GM എന്ന് പറയുന്നത് മെറ്റാസെൻട്രിക് ഹൈറ്റ് ആണ്, സെന്റർ ഓഫ് ഗ്രാവിറ്റി തൊട്ട് മെറ്റാസെന്റർ വരെയുള്ള ഹൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ പറയുന്ന കേസ് ഡിസൈൻ ട്രേഡ് ഓഫ്. ഇതിലിപ്പോ നമുക്ക് ഒരു സംഭവം ഡിസൈൻ ചെയ്യുമ്പോൾ കംഫോർട്ട് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ സേഫ്റ്റിക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ഹൈ GM ആയിരിക്കണം, ഹാർഡ് ഷിപ്പ്. അപ്പൊ ഇതിന്റെ ബേസിൽ നമ്മൾ പറയണം ഹാർഡ് ഷിപ്പ്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കൂ? ഹൈ സ്റ്റെബിലിറ്റി ആയിരിക്കും. ഈ GM വളരെ കൂടുതലാണെങ്കിൽ, GM വളരെ കൂടുമ്പോൾ ടൈം പീരീഡ് വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ അതൊരു ഹാർഡ് ഷിപ്പാണ്. ഹൈ സ്റ്റെബിലിറ്റി ആയിരിക്കും, ബട്ട് വെരി സ്മോൾ ടൈം പീരീഡ് കോസസ് റാപ്പിഡ് സിവിയർ ഓസിലേഷൻ ലീഡിങ് ടു പാസഞ്ചർ ഡിസ്കംഫർട്ട്. പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വൈബ്രേറ്റ് ചെയ്യും. പക്ഷെ അപ്പൊ എന്ത് സംഭവിക്കും? പാസഞ്ചറിന് ഡിസ്കംഫർട്ട് ആയിരിക്കും, പക്ഷെ ഷിപ്പ് സ്റ്റേബിൾ ആയിരിക്കും, സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, ഇനി ലോ GM സോഫ്റ്റ് ഷിപ്പ്. ഈ കണ്ടീഷൻസ് ഓർത്തിരിക്കണേ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റേറ്റ്മെന്റിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിൽ ഈ ലോ GM വന്നു കഴിഞ്ഞാൽ, GM വാല്യൂ കുറഞ്ഞാൽ ടൈം പീരീഡ് കൂടും. ഓക്കെ, അപ്പൊ വളരെ സമയം എടുത്തിട്ടാണ് ഓസിലേറ്റ് ചെയ്യുക. പടപടയെന്നുള്ള ഓസിലേഷൻസ് ഇല്ല, സ്മൂത്ത് ആണ്, കംഫർട്ടബിൾ ആണ് പാസഞ്ചറിനെ പറ്റി നോക്കുമ്പോൾ. ബട്ട് റെഡ്യൂസ്ഡ് സേഫ്റ്റി മാർജിൻ, സേഫ്റ്റി വളരെ കുറവായിരിക്കും. ഓക്കെ, ഈ ടിപ്പിംഗ് ഉണ്ടാവാനുള്ള സാധ്യത, അല്ലെങ്കിൽ ക്യാപ്സൈസിങ് ഉണ്ടാവാനുള്ള സാധ്യത, മറിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റെബിലിറ്റി. ഒരു ക്വസ്റ്റ്യൻ ഏകദേശം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഏരിയ, എല്ലാ പാർട്ടും ചോദിക്കും. ഓക്കെ, സ്റ്റെബിലിറ്റി, പിച്ചിങ്, റോളിങ്. സ്റ്റെബിലിറ്റി എന്ന രണ്ട് രീതിയിലുള്ളത്, ഫ്ലോട്ടിങ്ങിൽ അതേപോലെ സബ്മേർജ്ഡ് ബോഡിയിൽ. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 5 പോവാണ്. Okay, in question number 5, the relation between the shear stress Z and the velocity gradient du/dy of a fluid is given by Z = A times dou/y all to the power n, where A and n are the constant, and if the n is less than 1, what type of fluid will be it? അപ്പൊ ഇത് ഏത് ടൈപ്പ് ഫ്ലൂയിഡ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ന്യൂട്ടോണിയൻ ആണോ, ഡൈലാറ്റന്റ് ആണോ, സ്യൂഡോപ്ലാസ്റ്റിക് ആണോ, ബിംഗം പ്ലാസ്റ്റിക് ആണോ? ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലൂയിഡ്സ് ആണ് ഇവിടെ. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് എന്തല്ല, ന്യൂട്ടോണിയം ഫ്ലൂയിഡ് അല്ല. ഓക്കെ, ന്യൂട്ടോണിയം ഫ്ലൂയിഡ് അല്ലെങ്കിൽ പിന്നെ ഇത് ആരായിരിക്കും? ഇത് സ്യൂഡോപ്ലാസ്റ്റിക് ഫ്ലൂയിഡ്സ് ആണ്. സ്യൂഡോപ്ലാസ്റ്റിക്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ജസ്റ്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡിന്റെ ബേസിൽ നമുക്ക് നോക്കാം ഏതൊക്കെ ടൈപ്പ് ഫ്ലൂയിഡ് ആണ്. ഫ്ലൂയിഡിന്റെ ക്ലാസിഫിക്കേഷൻ, ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് രണ്ട് ടൈപ്പ്, ന്യൂട്ടോണിയൻ, നോൺ ന്യൂട്ടോണിയൻ തന്നെ രണ്ട് ടൈപ്പ്, ടൈം ഇൻഡിപെൻഡന്റ്, ടൈം ഡിപെൻഡന്റ്.
ടൈമിന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളത് തന്നെ 3 തരം. 2, 2, 3, 2 അങ്ങനെയാണ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ പോകുന്നത്. ഫ്ലൂയിഡ് 2 ടൈപ്പ്, ന്യൂട്ടോണിയൻ, നോൺ ന്യൂട്ടോണിയൻ. അതിൽ തന്നെ 2 ടൈപ്പ്, ടൈം ഡിപ്പെൻഡന്റ്, ടൈം ഇൻഡിപെൻഡന്റ്. ടൈം ഇൻഡിപെൻഡന്റ് 3 ടൈപ്പ് ഉണ്ട്. ടൈം ഡിപ്പെൻഡന്റ് ആണെങ്കിൽ 2 ടൈപ്പ് ഉണ്ട്. ടൈം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളതാണ് ഡൈലാറ്റന്റ്. ഡൈലാറ്റന്റെ കേസ് എന്താണ്? ഷിയർ തിക്കനിങ്. ഷിയർ ഫോഴ്സ് കൊടുക്കുന്നതനുസരിച്ച് വിസ്കോസിറ്റി കൂടി അതിന്റെ തിക്നെസ് കൂടി വരും. മറ്റൊന്നാണ് ബിങ്കം പ്ലാസ്റ്റിക്. മറ്റൊന്നാണ് സ്യൂഡോ പ്ലാസ്റ്റിക്, ഷിയർ തിന്നിങ്. നമ്മൾ ഷിയർ ഫോഴ്സ് കൊടുക്കുന്നതിനനുസരിച്ച് അത് തിന്നായി വരും. ഓക്കെ, ഇളക്കുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? അത് തിന്നായിട്ട് വരും. ഇനി ടൈം ഡിപ്പെൻഡന്റ്, അത് ടൈമിനെ ബേസ് ചെയ്തിട്ടാണ്, വിസ്കോസിറ്റിയെ ബേസ് ചെയ്തിട്ടല്ല. തിക്സോട്രോപ്പിക്കും ഉണ്ട്, റിയോപെപ്റ്റിക്കും ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് ഈ സംഭവങ്ങൾ. ഓക്കെ, അപ്പൊ ഇതിനെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് ഒരു ഇക്വേഷൻ, ഷിയർ സ്ട്രെസ്സിനെ ബേസ് ചെയ്ത ഷിയർ സ്ട്രെസ് ഇസ് ഈക്വൽ ടു A into du by dy all to the power n plus b. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ടോ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ആണ്, ഒരു ഫ്ലൂയിഡിൽ അപ്ലൈ വരുന്ന ഷിയർ സ്ട്രെസ്. എ എന്ന് പറയുന്ന ഫ്ലോ കോൺസ്റ്റന്റ് ആണ്, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫ്ലൂയിഡ് ടൈപ്പ് ആൻഡ് ഫ്ലോ കണ്ടീഷൻസ്, രണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇതും ഓർത്തിരിക്കണേ, ചില സമയത്ത് ചോദിക്കും ഈ കോൺസ്റ്റന്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണെന്ന്. ഓക്കെ, then next n is the flow behavior index. A എന്ന് പറയുന്ന ഫ്ലോ കോൺസ്റ്റന്റ് ആണ്, n എന്ന് പറയുന്ന ഫ്ലോ ബിഹേവിയർ ഇൻഡെക്സ് ആണ്. ഇറ്റ് ഡിറ്റക്ട് ദ ജനറ്റിക് കർവേച്ചർ ഓഫ് ദ ഗ്രാഫ്. ഗ്രാഫ് എങ്ങനെ വരും എന്നുള്ളത് കിട്ടുന്നതാണ്. കർവ് അപ്വേർഡ് ഗ്രേഡിയന്റ് ഇൻക്രീസിംഗ് ആണോ, ഗ്രേഡിയന്റ് ഡിക്രീസിംഗ് ആണോ, ഗ്രേഡിയന്റ് കോൺസ്റ്റന്റ് ആണോ, അങ്ങനെ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ബി എന്ന് പറഞ്ഞ ഈൽഡ് സ്ട്രെസ് ഓർ ഇനീഷ്യൽ സ്ട്രെസ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും? y ഇന്റർസെപ്റ്റ് ഉണ്ടാവും. ഓക്കെ, y ഇന്റർസെപ്റ്റ് 0 ആയിരിക്കും. ഇനി ഇത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ y ഇന്റർസെപ്റ്റ് വേറെ വാല്യൂസ് ഉണ്ടാവും. ഓക്കെ, ഇനി ഇതിലിവിടെ du by dy എന്ന് പറഞ്ഞ വെലോസിറ്റി ഗ്രേഡിയന്റ് ആണ്. അതിന് നമ്മൾ ഷിയർ സ്ട്രെയിൻ എന്ന് പറയും, ഷിയർ റേറ്റ്. ഓക്കെ, ഷിയർ സ്ട്രെയിൻ റേറ്റ്. ഇനി നോക്കാം നമുക്ക് ക്ലാസിഫിക്കേഷൻ എങ്ങനെ വരുമെന്ന്. അല്ല, നമ്മൾ ആദ്യത്തെയാണ് നമ്മൾ പറയുന്നത് സ്യൂഡോ പ്ലാസ്റ്റിക്. ആരാണ് സ്യൂഡോ പ്ലാസ്റ്റിക്? സ്യൂഡോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഷിയർ തിന്നിങ് ആണ്. വിസ്കോസിറ്റി ഡിക്രീസസ് ആസ് ഇറ്റ് ഷിയേർഡ്. നമ്മൾ ഇളക്കുന്നതിനനുസരിച്ച് വിസ്കോസിറ്റി കുറയും. അതിന്റെ എങ്ങനെ നമ്മൾ പറയാം? B0 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ ഒരു ഇക്വേഷനിൽ പറഞ്ഞിരുന്നു, ബിങ്കം പ്ലാസ്റ്റിക് വരുമ്പോഴത്തേക്കും B ഉണ്ടാവും. അപ്പൊ ഇനീഷ്യൽ ആയിട്ടുള്ള സ്ട്രെസ് ഒന്നും അതിനില്ല. ഓക്കെ, ഇനീഷ്യലി തൊട്ട് അത് ഫ്ലൂയിഡ് ആയിട്ട് ആക്ട് ചെയ്യും. അതേപോലെ എന്നിന്റെ വാല്യൂ <1 ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾസ് വെരി ഇമ്പോർട്ടന്റ്: പേപ്പർ പൾപ്പ്, റബ്ബർ സൊല്യൂഷൻ, ലിപ്സ്റ്റിക്സ്, പെയിന്റ്, ബ്ലഡ്, പോളിമറിക് സൊല്യൂഷൻ, ഇതെല്ലാം സ്യൂഡോ പ്ലാസ്റ്റിക്കിന് എക്സാമ്പിൾ ആണ്. ഷിയർ തിന്നിങ്. മറ്റൊന്നാണ് ഡൈലാറ്റൻ, ഷിയർ തിക്കനിങ്. ഇളക്കുന്നതിനനുസരിച്ച് വിസ്കോസിറ്റി കൂടുന്നു. അപ്പാരന്റ് വിസ്കോസിറ്റി ഇൻക്രീസസ് വിത്ത് റേറ്റ് ഓഫ് ഡിഫോർമേഷൻ. n must be greater than 1, b equal to 0. Example: solution with suspended starch or sand, butter, quicksand. ഓക്കെ, ഈ സാധനങ്ങളൊക്കെ എന്തിനാണ്? ഡൈലാറ്റന്റ് ഫ്ലൂയിഡ്സിന് എക്സാമ്പിൾ ആണ്. അടുത്തത് ബിങ്കം പ്ലാസ്റ്റിക്. ബിങ്കം പ്ലാസ്റ്റിക്കിന് ഒരു ഈൽഡ് സ്ട്രെസ് ഉണ്ടാവും. B will not be equal to 0. ഫോർ എക്സാമ്പിൾ ടൂത്ത് പേസ്റ്റ്. തൊടുമ്പോ തന്നെ ഫ്ലൂയിഡ് അല്ല, അത് ഒഴുകത്തില്ല. കുറച്ച് ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോഴാണ് അത് ഫ്ലൂയിഡിറ്റി കാണിക്കുക. കോർ ബിഹേവിയർ എന്താണ്? ഇറ്റ് റെസിസ്റ്റ് ദ ഫൈനൈറ്റ് ഷിയർ സ്ട്രെസ്, ബിഹേവ്സ് ആസ് എ സോളിഡ് അണ്ടിൽ ഇറ്റ് റീച്ചസ് എ ഈൽഡ് സ്ട്രെങ്ത്. ഒരു ഈൽഡ് സ്ട്രെങ്ത് സ്ട്രെസ് എത്തുന്നോടം വരെ അത് സോളിഡ് ആയിട്ട് ആക്ട് ചെയ്യും. അതിനുശേഷമാണ് ഫ്ലൂയിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അവിടെ n=1 ആണ്, പക്ഷെ അവിടെ ഒരു ഈൽഡ് സ്ട്രെസ് വേണം, അല്ലെ? ഒരു സ്റ്റാർട്ടിങ് സ്ട്രെസ് വേണം, എങ്കിൽ മാത്രമേ അത് ഫ്ലൂയിഡ് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. ഇനി ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 പേരുണ്ട്, തിക്സോട്രോപ്പിക്കും റിയോപെപ്റ്റിക്കും. ഈ തിക്സോട്രോപ്പിക്കിന്റെ കാര്യം എന്താണ്? വിസ്കോസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈം ഓഫ് ദ ഷിയർ റേറ്റ്. വിസ്കോസിറ്റി ഡിക്രീസസ് വിത്ത് ടൈം അപ്പോൺ ദ അജിറ്റേഷൻ. ടൈം കൂടുന്നതിനനുസരിച്ച് വിസ്കോസിറ്റി കുറയുന്ന സംഗതികൾക്ക് n<1 ആയിരിക്കും. പക്ഷെ ഇവിടെ ഒരു എന്താ പറയുക, മിനിമം സ്ട്രെസ് വേണം. അതിന് എക്സാമ്പിൾ ആണ് പ്രിന്റർ ഇങ്ക്, ഇനാമലൊക്കെ. ഇതൊക്കെ ടൈം കൂടുന്നതനുസരിച്ച് വിസ്കോസിറ്റി കുറയുന്ന സംഭവങ്ങൾ. ഇനി റിയോപെപ്റ്റ് കോർ ബിഹേവിയർ എന്താ? വിസ്കോസിറ്റി വിൽ ബി ഇൻക്രീസസ് വിത്ത് സ്ട്രെസ് ഓവർ ദ ടൈം. തിക്കൻസ് ഉണ്ടാവുകയാണ്, സോൾഡിഫൈ ചെയ്യും അപ്പോൺ ദ അജിറ്റേഷൻ ഓർ ഷേക്കിംഗ്. നമ്മൾ ഇളക്കുന്നതിനനുസരിച്ച് സംഭവം സോളിഡ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ഇത് സോളിഡ് ആയി വിസ്കോസിറ്റി കൂടുവാണെങ്കിൽ നമ്മൾ അതിനെ greater than 1 വരെയും. പക്ഷെ ഇതിനൊക്കെ എന്തുണ്ട്?
ഇതിനും എന്ത് ബി നോട്ട് ഈക്വൽ ടു 0 ആണ്. ഒരു മിനിമം സ്ട്രെസ് നമ്മൾ കൊടുക്കണം. എക്സാമ്പിൾ ജിപ്സം സൊല്യൂഷൻ ഇൻ വാട്ടർ, ബെൻഡോണൈറ്റ് സൊല്യൂഷൻ, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? റിയോപെപ്റ്റിക്കിന് എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾ സഹിതം ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ അതിന്റെ നമുക്കൊരു സമ്മറി ഒന്ന് കാണാം. സ്യൂഡോപ്ലാസ്റ്റിക് ടൈം ഇൻഡിപെൻഡന്റ് ആണ്, n ലെസ് ദാൻ ആണ്, ഷിയർ തിന്നിങ് ആണ്, ബ്ലഡ്, പെയിന്റ്, ലിപ്സ്റ്റിക്സ് ഒക്കെ സ്യൂഡോപ്ലാസ്റ്റിക്കിന് എക്സാമ്പിൾ ആണ്. ഡൈലാറ്റന്റ് ടൈം ഇൻഡിപെൻഡന്റ്, ഗ്രേറ്റർ ദാൻ, ഓക്കെ, ഷിയർ തിക്കനിങ് ആണ്, അതുകൊണ്ട് ഗ്രേറ്റർ ദാൻ വന്നു. ഇവിടെ നോക്കിക്കേ, തിക്കനിങ് വരുമ്പോൾ ഗ്രേറ്റർ ദാൻ 1 വരും. ഓക്കെ, റിയോപെപ്റ്റിക്കും ഡൈലാറ്റന്റും തിക്കനിങ് ആണ്, n ഗ്രേറ്റർ ദാൻ 1 ആണ്. തിക്സോട്രോപ്പിക് ടൈം ഡിപ്പെൻഡന്റ് ആണ്, പക്ഷെ സ്യൂഡോപ്ലാസ്റ്റിക് ടൈം ഇൻഡിപെൻഡന്റ് ആണെങ്കിലും രണ്ടിലും തിന്നിങ് നടക്കുന്നതുകൊണ്ട് n ലെസ് ദാൻ 1 ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നിന്ന് എന്ത് സംഭവിക്കണം? ഈ ബിങ്കം പ്ലാസ്റ്റിക്, തിക്സോട്രോപ്പിക്, റിയോപെപ്റ്റിക്കിന് ഈൽഡ് സ്ട്രെസ് വരെ അത് സോളിഡ് ആയിട്ട് ആക്ട് ചെയ്യും, അതിനുശേഷമാണ് അത് ഫ്ലൂയിഡ് ആയിട്ട് വരിക. അതുകൊണ്ട് ബി നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കണം. ഇനി ഇതിനാരെയും കൂടാതെ ഒരാളുണ്ട്, ന്യൂട്ടോണിയം ഫ്ലൂയിഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇവിടെ കർവ് വരച്ചേക്കുള്ള ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇങ്ങനെ ഒരു കർവ് ഇല്ല. ഓക്കെ, ഇത് ഈ കർവാണ്, ഈ കർവാണ് ഇങ്ങനെ പോവുക. ഓക്കെ, ഈ കർവ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോവും. ഓക്കെ, അതാണ് ആ കർവ്, അതാണ് സ്യൂഡോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കർവിനകത്ത് നമുക്ക് എല്ലാവരെയും കണ്ടുപിടിക്കാൻ പറ്റും. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് n ഈക്വൽ ടു 1 ആയിരിക്കും, b ഈക്വൽ ടു 0 ആയിരിക്കും. അതാണ് n ഈക്വൽ ടു 1, b ഈക്വൽ ടു 0 ന്യൂട്ടോണിയൻ. അതിന്റെ താഴെ വരുന്നത് ഡൈലാറ്റന്റ്, മുകളിൽ വരുന്നതാണ് ഏത്? സ്യൂഡോപ്ലാസ്റ്റിക്. പിന്നെ തിക്സോട്രോപ്പിക് ഈ കിടക്കുന്നത്. ഓക്കെ, അതായത് ഒരു ഈൽഡ് സ്ട്രെസ് ഉണ്ട്, കണ്ടോ? ഇത്രയും സ്ട്രെസ് കൊടുത്തെങ്കിൽ അത് ഫ്ലൂയിഡിറ്റി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അത് ഇവിടുന്ന് ഇവിടം വരെ കൊടുക്കുന്ന ആ സ്ട്രെസ് y ഇന്റർസെപ്റ്റ് ഉണ്ട് ഇവിടെ. ഓക്കെ, y ഇന്റർസെപ്റ്റ് ഉണ്ട്. ഇനി ഐഡിയൽ സോളിഡ് ആണെങ്കിൽ അത് എത്ര കൊടുത്താലും ഫ്ലൂയിഡിറ്റി കാണിക്കില്ല, ഇങ്ങനെ തന്നെ നിൽക്കും. ഓക്കെ, അപ്പൊ ഒരു മിനിമം വെലോസിറ്റി ഗ്രേഡിയന്റ് സ്ട്രെസ് കൊടുത്തെങ്കിൽ മാത്രമേ ഫ്ലൂയിഡിറ്റി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ആർക്കൊക്കെ? റിയോപെപ്റ്റിക്, ബിങ്കം പ്ലാസ്റ്റിക്, തിക്സോട്രോപ്പിക്കിനൊക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്, അത് നോക്കി നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6. The speed of water in a hose increased from 2 meter per second to 25 meter per second, going from a hose to the nozzle. Given the absolute pressure in the nozzle is 1 into 10 to the power 5 Newton per meter square. The atmospheric pressure ആണ്. Assuming the level frictionless flow, calculate the pressure in the hose. Density of the water is given. അപ്പൊ എവിടുന്ന് എങ്ങോട്ടാ? നമ്മുടെ ഹോസിൽ നിന്നും വാട്ടർ മൂവ് ചെയ്യാണ്. 5 മീറ്റർ പെർ സെക്കൻഡ് നിന്ന് 25 മീറ്റർ പെർ സെക്കൻഡ് ആയി. ഓക്കെ, ഗോയിങ് ഫ്രം ഹോസ് ടു ദ നോസിൽ. അപ്പൊ നോസിലിന്റെ ഫംഗ്ഷൻ തന്നെ എന്താണ്? സ്പീഡ് കൂട്ടാനുള്ളതാണ്. ഇനി ഗിവൺ അബ്സല്യൂട്ട് പ്രഷർ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കാൽക്കുലേഷൻ എങ്ങനെ പ്രൊസീഡ് ചെയ്യും നോക്കാം. തന്നിരിക്കുന്ന കാര്യങ്ങൾ: വെലോസിറ്റി ഇൻ ദ ഹോസ് v1 2 മീറ്റർ പെർ സെക്കൻഡ്, വെലോസിറ്റി ഇൻ ദ നോസിൽ v2 25 മീറ്റർ പെർ സെക്കൻഡ്, അബ്സല്യൂട്ട് പ്രഷർ ഇൻ ദ നോസിൽ, നോസിലെ പ്രഷറാണ്. നോസിൽ എന്ന് പറഞ്ഞാൽ രണ്ടാമനായിട്ടും ഹോസിനെ ഒന്നാമനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. 1 into 10 to the power Newton per meter square. ഡെൻസിറ്റി ഓഫ് ദ വാട്ടർ ഉണ്ട്. ലെവൽ എന്ന് പറയുന്നത് h1 h2 ഈക്വൽ ആണ്. നമ്മൾ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം? ബെർണോളിസ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ h1 h2 ഈക്വൽ ആയി പോയതുകൊണ്ട് ആ ഹെഡിൽ ഡിഫറൻസ് ഇല്ല, ഗ്രാവിറ്റേഷണൽ ഹെഡിന് ഡിഫറൻസ് ഇല്ല. P1 പ്ലസ് ഇത് ഏതിലാണ്? ഇത് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, പെർ യൂണിറ്റ് വോളിയത്തിൽ നമുക്ക് കിട്ടുന്ന സംഭവമാണ്. ഓക്കെ, സ്ട്രീം ലൈൻ ഫ്രിക്ഷൻലെസ് ആണ് ബൈ അപ്ലൈങ് ദ ബെർണോളിസ് ഇക്വേഷൻ ബിറ്റ്വീൻ ദ ഹോസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് നിന്ന് നമുക്ക് എന്ത് കിട്ടും? പെർ വോളിയത്തിലുള്ള ഹെഡ്, പെർ വോളിയം ഹെഡ് ആണ് നമുക്ക് ഇവിടെ കിട്ടുക. P1 പ്ലസ് 1/2 റോ v1 സ്ക്വയർ പ്ലസ് ഈക്വൽ ടു P2 പ്ലസ് 1/2 റോ v2 സ്ക്വയർ. എല്ലാ സംഭവം ഇട്ട് കൊടുക്കുക, അറിയാവുന്ന വാല്യൂസ്. സോ ഇതിനകത്ത് നമുക്കറിയാം ഇനീഷ്യലി ഈ പാർട്ടിന്, ഈ വെലോസിറ്റിയുടെ പാർട്ടിനെ റൈറ്റ് ഹാൻഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും ഒരേപോലെയുള്ള സംഭവങ്ങൾ. P1 is equal to P2 plus half rho v2 square minus v1 square. നമുക്ക് കണ്ടുപിടിക്കാനുള്ള സംഭവം ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്കറിയാം P1 ആണ് നമുക്ക് കിട്ടേണ്ടത്, പ്രഷർ കിട്ടണം. അതിനെന്താണ്? P2 തന്നിട്ടുണ്ട്. പിന്നെ ഹാഫ് ഇൻറ്റു റോ 1000 ആണ്, വെലോസിറ്റി 25 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. ഓക്കെ, നോക്കുക, 1 into 10 to the power 5 ടൈം പ്ലസ് 500 ഇൻറ്റു ഇവിടെ ഹാഫ് വന്നു, ഹാഫ് 1000 എന്ന് പറഞ്ഞാൽ 500 ആണ്, 625 മൈനസ് 4. ഓക്കെ, അപ്പൊ ഇത് ഏകദേശം ഒരു ഐഡിയ നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് എങ്ങനെ കിട്ടും? ഇവിടെ 10 to the power 5 എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ വരും.
അതായത് 100,000 നമുക്ക് കിട്ടും. ഓക്കെ, 100,000. ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? 310,500 നമുക്ക് ഇങ്ങനെ കിട്ടും. ടോട്ടൽ നമ്മൾ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും കിട്ടും. ഇതിനെ കിലോ ന്യൂട്ടൺ പെറിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ഏകദേശം എത്ര വരും? 4.1 ടൈംസ് 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പൊ നമുക്ക് അതിനകത്ത് നിന്ന് ചോയ്സ് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് ചോയ്സ് ആയിരിക്കും ആൻസർ ഉണ്ടാവുക. ബെർണോളിസ് ഇക്വേഷന്റെ ഡയറക്റ്റ് അപ്ലിക്കേഷൻ ആണ്. കാൽക്കുലേറ്റർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ചും കൂടെ മെനക്കെട്ട് ചെയ്യേണ്ടി വരും. ബെർണോളിസ് ഇക്വേഷന്റെ ഒരു ടോട്ടൽ ഫോർ ആൻ ഇൻകംപ്രസിബിൾ നോൺ വിസ്കസ്, ഇതൊക്കെ എന്റെ കണ്ടീഷൻ ആണ്. നോൺ വിസ്കസ് ആയിരിക്കണം, ഫ്രിക്ഷൻലെസ് ആയിരിക്കണം, സ്ട്രീം ലൈൻ ഫ്ലോ ആയിരിക്കണം. ഇതൊക്കെ അസംഷൻ ആണ് ബെർണോളിസ് ഇക്വേഷന്റെ. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന കോൺസ്റ്റന്റ് എന്താ? കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് പി പ്രഷർ പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഈസ് ഇക്വൽ ടു എ കോൺസ്റ്റന്റ്. പി എന്ന് പറഞ്ഞ സ്റ്റാറ്റിക് പ്രഷർ പെർ യൂണിറ്റ് വോളിയം. ഇതൊക്കെ യൂണിറ്റ് വോളിയത്തിലുള്ള കാര്യങ്ങളാണ്. ഹാഫ് റോ വി സ്ക്വയർ ഡൈനാമിക് പ്രഷർ ഹെഡ് നമ്മൾ പറയാം, അല്ലെങ്കിൽ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം. റോ ജി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഹെഡ് ആണ് റോ ജി എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്പെഷ്യൽ കേസസ് ഹൊറിസോണ്ടൽ ലെവൽ ഫ്ലോ ആണെങ്കിൽ H1 H2 ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് ലെവൽ ഫ്ലോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു കാര്യം പറയും, ആസ് ദ ഫ്ലൂയിഡ് സ്പീഡ് ഇൻക്രീസസ് പ്രഷർ ഡിക്രീസസ്. അത് നമ്മൾ കുറച്ചു മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ആണെങ്കിൽ, ഫ്ലൂയിഡ് സ്റ്റാറ്റിക് ആണെന്ന് വിചാരിക്കുക, അപ്പൊ വെലോസിറ്റി ഉണ്ടാവില്ല. അപ്പൊ പിന്നെ എന്താ? റോ ജി എച്ചിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ P1 - P2 എന്ന് പറഞ്ഞാൽ റോ ജി ഡെൽറ്റ എച്ച്, ഹൈഡ്രോസ്റ്റാറ്റിക് ലോ തന്നെയാണ് അത്. ഓക്കെ, ഇനി വെഞ്ചുറി മീറ്ററില് ഇതൊക്കെ ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ അപ്ലിക്കേഷൻ ആണ്. വെഞ്ചുറി മീറ്റർ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ഇറ്റ് മെഷേഴ്സ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ലിക്വിഡ് ഇൻ ദ പൈപ്പ് യൂസിങ് പ്രഷർ ഡിഫറൻസ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇതേപോലെ ഇത് ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ അപ്ലിക്കേഷൻ ആയിട്ട് മാത്രം പറഞ്ഞാണ്. യൂസിങ് പ്രഷർ ഡിഫറൻസിന്റെ ബേസിലാണ് നമ്മൾ ഫ്ലോ മെഷർ ചെയ്യുക. ഓക്കെ, ഡിസ്ചാർജ് മെഷർമെന്റ്. ഇനി ടോർസലിസ് ലോ ഉണ്ട്. എഫക്ട് സ്പീഡ് നമുക്ക് കിട്ടും. ലിക്വിഡ് ഫ്രം ദ ഓപ്പൺ ടാങ്ക് അറ്റ് എ ഡെപ്ത്. ഓപ്പൺ ടാങ്കിൽ നിന്ന് അറ്റ്മോസ്ഫിയർ പ്രഷർ ആയിരിക്കും മുകളിൽ ഉണ്ടാവുക. ഫ്രം ഓപ്പൺ ടാങ്ക് ആണെങ്കിൽ അതിൽ നിന്ന് വരുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ √2gh ആയിരിക്കും. ബെർണോളിസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തിട്ട് ഇതും കിട്ടുക. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ ഓർത്തിരിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത് തലകൊഴി. ഇനി ഡൈനാമിക് ലിഫ്റ്റ് അല്ലെങ്കിൽ എയറോഫോയിലിനെ കേസ് ഡിഫറൻസ് ഇൻ എയർ സ്പീഡ് ഓവർ ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് ദ സർഫസ് ക്രിയേറ്റ് പ്രഷർ ഡിഫറൻസ് റിസൾട്ടിങ് ദ ലിഫ്റ്റ് ഫോഴ്സ്. ഇത് നമ്മള് ലിഫ്റ്റിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു. അസിമെട്രി കൊണ്ടാണ് ഈ സംഗതി കിട്ടുന്നതെന്നും കൂടെ നമ്മൾ പറഞ്ഞിരുന്നു. അതും കൂടെ ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ 6 ഫ്ലൂയിഡിൽ നിന്നുള്ള 6 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇത് തെർമൽ കണ്ടക്ടിവിറ്റിയിലേക്ക് നമ്മൾ വരികയാണ്, ഹീറ്റ് ട്രാൻസ്ഫറിലേക്ക്. The thermal conductivity of a solid depends upon the solid's temperature as K. K എന്ന് പറഞ്ഞാൽ thermal conductivity. AT plus B. T എന്ന് പറഞ്ഞ temperature, A, B എന്ന് പറയുന്ന constants ആണ്. The temperature of a planar layer of the solid as it conducts the heat is given by. Okay, അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മറ്റേ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൊടുക്കണം. ഓക്കെ, Fourier's ഇക്വേഷൻ. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഓർക്കുക, AT² + BT = C1x + C2. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും ഡിഫറെന്റ് കേസസ്. ഇത് ഇങ്ങനെ തന്നെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഫോറിയർ ലോ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുക. ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും? Q = -K dt/dx. ഇവിടെ Kക്ക് പകരം എന്ത് ചെയ്യുക? നമ്മൾ അവിടെ പറഞ്ഞിട്ടുള്ള തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള എക്സ്പ്രഷൻ ഇട്ട് കൊടുക്കുക, ഇന്റഗ്രേറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ സംഭവം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും സംഭവം. ഓക്കെ, അപ്പൊ ഇവിടെ ഈ Q എന്ന് പറഞ്ഞാൽ ആരാണ്? Q എന്ന് പറയുന്നത്, സ്മോൾ ലെറ്റർ Q എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയ ഇൻ യൂണിറ്റ് ടൈം. അതാണ് AT എന്ന് പറയുന്നത്. T എന്ന് പറഞ്ഞാൽ തിക്നെസ് അല്ല, ടൈം തന്നെയാണ്. ടൈം ആണ്. ഓക്കെ, യൂണിറ്റ് ടൈമില് യൂണിറ്റ് ഏരിയയിൽ പോകുന്ന ഹീറ്റിന്റെ എമൗണ്ടിനെയാണ് Q, ഹീറ്റ് ഫ്ലക്സ് എന്ന് നമ്മൾ പറയും. Then K എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. dt/dx എന്ന ടെമ്പറേച്ചർ ഗ്രേഡിയന്റ്, തിക്നെസ്സിനനുസരിച്ച് ലെങ്തിനനുസരിച്ച് ടെമ്പറേച്ചറിനുള്ള ചേഞ്ച് വരുന്നു. ടെമ്പറേച്ചർ Tx ടെമ്പറേച്ചർ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ദ ഡിസ്റ്റൻസ് ആൻഡ് ഹൗ ദ തെർമൽ കണ്ടക്ടിവിറ്റി വേരീസ് വിത്ത് ദ ടെമ്പറേച്ചർ. കേസ് നമ്പർ 1, ഇഫ് ദ തെർമൽ കണ്ടക്ടിവിറ്റി ഇസ് കോൺസ്റ്റന്റ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ കിട്ടും? ഇത് ഫോറിയർ ഇക്വേഷൻ. K0 dt/dx ഇസ് എ കോൺസ്റ്റന്റ്. ഹീറ്റ് കണ്ടക്ഷൻ ആണ്, അത് കോൺസ്റ്റന്റ് ഹീറ്റ് ഫ്ലോ ആണ് ഉണ്ടാവുക.
അപ്പൊ അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ പ്രൊഫൈൽ എങ്ങനെ കിട്ടും? ടി ഇസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. വെറും ഒരു സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ ആയിരിക്കും കിട്ടുക. സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ ടി ഇസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. ദെൻ തെർമൽ കണ്ടക്ടിവിറ്റി ചേഞ്ചസ് ലീനിയർലി വിത്ത് ദ ടെമ്പറേച്ചർ കെ ഇസ് ഈക്വൽ ടു എ ടി പ്ലസ് ബി. ഈ കേസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കെക്ക് പകരം എന്ത് കൊടുക്കുക? എ ടി പ്ലസ് ബി ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് ഇസ് എ കോൺസ്റ്റന്റ്. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ ടി സ്ക്വയർ പ്ലസ് ബി ടി ഈക്വൽ ടു സി വൺ എക്സ് പ്ലസ് സി ടു. ഇമ്പോർട്ടൻറ്റ്. ക്വാഡ്രറ്റിക് പരാബോളിക് വേരിയേഷൻ ആണ് ഉണ്ടാവുക ടെമ്പറേച്ചറിന്. ഓക്കെ, ഇനി പവർ ലോയും ഉണ്ട്. ഇഫ് ദ കെ ഇസ് ഈക്വൽ ടു കെ സീറോ ടി ടു ദ പവർ എൻ, അങ്ങനെയാണെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ത് വരും? ടി ടു ദ പവർ എൻ ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് ഇസ് എ കോൺസ്റ്റന്റ്. ഈ കോൺസ്റ്റന്റ് എന്താ? ഹീറ്റ് ഫ്ലോ. സ്റ്റഡി സ്റ്റേറ്റ് ഹീറ്റ് ഫ്ലോ കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് ഇവിടെ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയേക്കുന്നത്. അപ്പൊ ഇതിനെ ടെമ്പറേച്ചർ പ്രൊഫൈലിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ടി ടു ദ പവർ എൻ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു സി വൺ എക്സ് പ്ലസ് സി ടു. ഇത് ഓർത്തിരിക്കുക. ഇതിനകത്ത് നിന്ന് ഏത് വേണമെങ്കിലും എടുത്തു വയ്ക്കാം. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇതിന്റെ ഒരു സമ്മറിയാണ് നമ്മള് ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷന്റെ പ്രോബ്ലംസ് ചോദിക്കാം. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ അത് വാട്ടിലാവാം അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡിലാവാം. ഓക്കെ, റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഡി ക്യൂ ബൈ ഡി ടി മൈനസ് കെ എ ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ്. അപ്പൊ ചോദിക്കും, ഇതിന് കുറച്ചു മുമ്പ് സാറ് പറഞ്ഞപ്പോ എ കണ്ടില്ലല്ലോ. എ പെർ യൂണിറ്റ് ഏരിയയും കൂടെ വെച്ചിട്ട് സ്മോൾ ലെറ്റർ ക്യൂ ഇട്ട് തട്ടിയത്. ഓക്കെ, സ്മോൾ ലെറ്റർ ക്യൂ വന്നത് എങ്ങനെയാണ്? ഈ എച്ച് ഡിവൈഡഡ് ബൈ എയും കൂടെ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ക്യൂ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ടി ചെയ്യുമ്പോഴാണ് നമുക്ക് ഹീറ്റ് ഫ്ലക്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 8. ദ തെർമൽ റെസിസ്റ്റൻസ്, അടുത്ത ഏരിയ, റെസിസ്റ്റൻസ് ഓഫ് എ ഹീറ്റ് കണ്ടക്ഷൻ ത്രൂ ഹോളോ സ്പിയർ ഓഫ് ഇന്നർ റേഡിയസ് R1 ആൻഡ് ഔട്ടർ റേഡിയസ് R2. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ തെർമൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം? ഹോളോ സ്പിയറിന്റെ അതിന്റെ ഇക്വേഷൻ, ഡയറക്റ്റ് ഇക്വേഷൻ R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ 4 π K R1 R2. R2 എന്ന് പറഞ്ഞ ഔട്ടർ റേഡിയസ്, R1 ഇന്നർ റേഡിയസ്, K എന്ന് പറഞ്ഞ തെർമൽ കണ്ടക്ടിവിറ്റി. ഓർത്തിരിക്കണം. അപ്പൊ അതിന്റെ കേസസ് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? ഡിഫറെന്റ് തെർമൽ റെസിസ്റ്റൻസ് സ്റ്റാൻഡേർഡ് ജോമെട്രീസ്. പ്ലെയിൻ സ്ലാബ്, ഒരു സ്ലാബ് എടുക്കുന്നു, തിക്നെസ് L ആണ്, ക്രോസ് സെക്ഷണൽ ഏരിയ A ആണ്. ക്രോസ് സെക്ഷണൽ ഏരിയ A ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഹീറ്റ് ട്രാൻസ്ഫർ ഇക്വേഷൻ Q is equal to KA T1 minus T2 divided by L. ഇത് എന്താണ്? ഫോറിയർ ലോ തന്നെയാണ്. KA ഡെൽറ്റ T by ഡെൽറ്റ X ഡെൽറ്റ DT by DX. അത് തന്നെയാണ് സംഭവം. ഇത് ഫോറിയർ ലോ. ഫോറിയർ ലോ എല്ലായിടത്തും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ പല രീതിയിലാണ് ജിയോമെട്രി മാറുന്നതനുസരിച്ച് ഇക്വേഷൻ കിട്ടുക. അപ്പൊ ഇതിനകത്തുനിന്ന് തെർമൽ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? L by K ആയിരിക്കും. ചേഞ്ച് അവിടെ നിർത്തും. ഡി ടി അവിടെ നിർത്തിയതിനു ശേഷം DX ഡിവൈഡഡ് ബൈ KA. L by K ആണ് തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. തെർമൽ റെസിസ്റ്റൻസ് L by KA. ഹോളോ സിലിണ്ടർ ആണെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഇക്വേഷൻ എന്താണ്? 2 π K L T1 minus T2 divided by ln R2 by R1. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഹോളോ സിലിണ്ടർ ആണ്. നമ്മുടെ ക്വസ്റ്റിന് ചോദിച്ചു ഹോളോ സ്പിയർ ആയിരുന്നു. ഹോളോ സിലിണ്ടർ ആണെങ്കിൽ അവിടെ ln L2 by തെർമൽ റെസിസ്റ്റൻസ് വരുമ്പോൾ T1 മൈനസ് T2 മുകളിൽ നിർത്തിയിട്ട് ബാക്കിയുള്ള പാർട്ടിനെ താഴെ കൊണ്ടുവരിക. ദാറ്റ് ഈസ് ദ ln R2 by R1 divided by 2 π KL. R2 outer radius, R1 inner radius, K thermal conductivity, L is the length of the cylinder. ഹോളോ സ്പിയർ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. 4 π K R1 R2 ടൈംസ് T1 മൈനസ് T2. അതിനെ T1 മൈനസ് T2 ഇവിടെ നിർത്തി ബാക്കിയുള്ള ആൾക്കാരെ താഴെ കൊണ്ടുവരുമ്പോൾ R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ 4 π K R1 R2 എന്ന് കിട്ടും. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഹോളോ സിലിണ്ടറിന്റെ തെർമൽ റെസിസ്റ്റൻസ് ഇക്വേഷൻ ആയിട്ട് കിട്ടിയത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9. ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ടു കോട്ട് എ 1 millimeter diameter wire with enamel paint where K is equal to 0.1, that is the thermal conductivity, to increase the heat transfer with the air. If the air side heat transfer coefficient is 100 watt per meter square Kelvin, the optimum thickness of enamel paint should be. Very important. ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഏരിയ, critical thickness of insulation area. Very important. നോക്കാം നമുക്ക് തറവായിട്ട്. തന്നിരിക്കുന്ന വാല്യൂസ്, ഡയമീറ്റർ ഓഫ് ദ ബെയർ വയർ, അതായത് കോട്ടിംഗ് ഒന്നും ഇല്ല, ഇൻസുലേഷൻ ഇല്ല, ഡയമീറ്റർ 1 millimeter, so the radius will be 0.5 millimeter. Thermal conductivity of the enamel, K is equal to 0.1.
convective heat transfer coefficient of the air, that is 100 watt per meter square Kelvin. ഇത്രയാണ് തന്നിട്ടുള്ളത്. ഫോർ ദ സിലിണ്ടർ തന്നിട്ടില്ലെങ്കിലും ഈ എയറിന്റെ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ഒക്കെ 100 ഓർത്ത് വെച്ചാൽ നല്ലത്. PSCക്ക് എപ്പോഴും തരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഓർത്ത് വെച്ചാൽ തന്നെ നല്ലത് എയർ ആണെങ്കിൽ. ഫോർ എ സിലിണ്ടർ ഓഫ് വയർ ദ ക്രിട്ടിക്കൽ റേഡിയസ്, സിലിണ്ടറിക്കൽ വയറിന്റെ ക്രിട്ടിക്കൽ റേഡിയസ് K/H ആണ്. വെരി ഈസി, ഓർത്തിരിക്കാൻ എളുപ്പം. തെർമൽ കണ്ടക്ടിവിറ്റി ഡിവൈഡഡ് ബൈ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്. ചുമ്മാ ഡിവൈഡ് ചെയ്യുക. ദേ ഡിവൈഡ് ചെയ്തു, നമുക്കിവിടെ കിട്ടും 0.1 ഡിവൈഡഡ് ബൈ 100, 0.001 മീറ്റർ. അതിനകത്ത് നമുക്ക് കിട്ടും ക്രിട്ടിക്കൽ തിക്നെസ് എത്രയാണെന്ന്, 1 മില്ലിമീറ്റർ. ഇത് 10⁻³ മീറ്റർ എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്റർ ആണ്. ഓക്കെ, പക്ഷെ ഇത് ക്രിട്ടിക്കൽ റേഡിയസേ ആയിട്ടുള്ളൂ, തിക്നെസ് ആയിട്ടില്ല. തിക്നെസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒപ്റ്റിമം തിക്നെസ് ഓഫ് കോട്ടിംഗ് ഈസ് ഈക്വൽ ടു ക്രിട്ടിക്കൽ റേഡിയസ് മൈനസ് ആക്ച്വൽ റേഡിയസ്. അതാണ് തിക്നെസ്. അപ്പൊ നമുക്ക് 1 - 0.5 മില്ലിമീറ്റർ ആണ് ക്രിട്ടിക്കൽ തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ വാല്യൂ കിട്ടി. എന്താണ് നമ്മുടെ വാല്യൂവിന്റെ ആൻസർ എത്രയാ വരുന്നത്? നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ 0.5 മില്ലിമീറ്റർ. അപ്പൊ ചോദിക്കും ഇത് ആരാ, എന്താ സംഭവം ഇത്? അപ്പൊ നമുക്ക് ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. രണ്ട് ജിയോമെട്രിയെ കുറിച്ചാണ് നമ്മൾ ക്രിട്ടിക്കൽ റേഡിയസിനെ കുറിച്ച് പഠിച്ചു വെക്കേണ്ടത്. സിലിണ്ടറിക്കൽ വയർ ആണെങ്കിൽ ക്രിട്ടിക്കൽ റേഡിയസ് K/H, സ്പെറിക്കൽ വയർ ആണെങ്കിൽ അല്ലെങ്കിൽ സ്പെറിക്കൽ ബോഡിക്കാണ് കോട്ടിംഗ് ഇൻസുലേഷൻ കൊടുക്കുന്നതെങ്കിൽ ക്രിട്ടിക്കൽ റേഡിയസ് 2K/H, K/H, 2K/H, K/H, 2K/H, where K is the thermal conductivity of insulation material. H എന്ന് പറയുന്നതാണ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ഓഫ് സറൗണ്ടിങ് ഫ്ലൂയിഡ്. എയർ ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു വാല്യൂം കൂടെ കൈപ്പിടിച്ചോ, 100. ഓക്കെ, ചിലപ്പോ തരാൻ ചിലപ്പോ തരൂല, അത് അത്രയും കാര്യം നമ്മൾ ഓർത്തു വെക്കാം. ഓക്കെ, ദെൻ ഒപ്റ്റിമം ഇൻസുലേഷൻ തിക്നെസ് എങ്ങനെ കണ്ടുപിടിക്കും? തിക്നെസ് കണ്ടുപിടിക്കാതെ, ഇത് RC എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ റേഡിയസ് ആണ്. എല്ലാവർക്കും കൺഫ്യൂഷൻ ആവും. ഇത് കണ്ടുപിടിക്കും, ഈ വാല്യൂ ഓപ്ഷനിൽ കുത്തിയിട്ട് പോരും, തെറ്റിപ്പോകും. ഓപ്ഷനിൽ കുത്തരുത്, നോക്കണം. ക്രിട്ടിക്കൽ റേഡിയസ് ആണോ ക്രിട്ടിക്കൽ ഇൻസുലേഷൻ ആണോ ചോദിച്ചിട്ടുള്ളതെന്ന് നോക്കണം. ഓക്കെ, അപ്പൊ ക്രിട്ടിക്കൽ റേഡിയസ് ആണെങ്കിൽ ഓക്കെ 2K/H ആണ് സ്പിയറിന്റെ, സിലിണ്ടറിന്റെ K/H ആണ്. ഈ രണ്ടെണ്ണം മാത്രമേ ഓർക്കാനുള്ളൂ. ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഇടാനും എളുപ്പമാണ്. ഒപ്റ്റിമം ഇൻസുലേഷൻ എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കൽ റേഡിയസ് മൈനസ് ആക്ച്വൽ റേഡിയസ് ഓഫ് ദ വയർ അല്ലെങ്കിൽ സ്പിയർ. ഓക്കെ, അപ്പൊ ഇതില് മിക്കവാറും ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതൊക്കെ ഡയമീറ്റർ ആയിരിക്കും. ഡയമീറ്ററിനെ റേഡിയസിലേക്ക് മാറ്റാൻ മറക്കരുത്. ഇനി ഇതിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ്? അതാണ് അടുത്ത കേസ്. നമ്മുടെ എന്താ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിന് ക്വസ്റ്റ്യന് പറ്റിയ സാധനം. ഇഫ് ദ റേഡിയസ് ആക്ച്വൽ റേഡിയസ് ഈസ് ലെസ് ദാൻ ദ ക്രിട്ടിക്കൽ റേഡിയസ്, ഇത് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ വയേഴ്സിലാണ്. അത് സ്മോൾ കേബിളിലെ ഇലക്ട്രിക്കൽ വയേഴ്സിലാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുക. ഇൻസുലേഷൻ ഇത്രേ കൊടുക്കുള്ളൂ. ക്രിട്ടിക്കൽ റേഡിയസിനേക്കാളും താഴെ ആയിരിക്കും അതിന്റെ ടോട്ടൽ സംഗതി വരുന്നത്. Adding the insulation, increasing heat transfer up to the critical radius. For the electrical cables, insulation is kept near the RC to maximize heat loss and keep the wire cool. അതെന്താ ഇങ്ങനെ? സാധാരണ ഇൻസുലേഷൻ കൊടുക്കുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ വരാതിരിക്കാനല്ലേ? അതെ, പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? അതായത് ക്രിട്ടിക്കൽ റേഡിയസ് വരെ ഹീറ്റ് ട്രാൻസ്ഫർ കൂടുക ചെയ്യാം. ഫോർ എക്സാമ്പിൾ, വളരെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിലെ ഒരു വയറുണ്ട്. നമ്മുടെ കയ്യിലെ ഒരു വയറുണ്ട്. ഈ വയറിന് ഏകദേശം ഒരു 5 mm റേഡിയസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഇൻസുലേഷൻ കൊടുക്കുമ്പോൾ കൂടും. ഓക്കെ, ഇതിന്റെ ക്രിട്ടിക്കൽ റേഡിയസ് ഏകദേശം ഒരു 7 mm ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ 5 തൊട്ട് 7 വരെ കൊടുക്കുന്ന ഇൻസുലേഷൻ കൊണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ കൂടുവേ ഉള്ളൂ, ഹീറ്റ് ട്രാൻസ്ഫർ കുറയില്ല. ഓക്കെ, ഹീറ്റ് ട്രാൻസ്ഫർ കൂടാനാണ് കാരണക്കാരനാവുന്നത്. അപ്പൊ ഇത് കൊടുക്കാതിരിക്കും. ഇപ്പൊ കൈ പൊള്ളാനുള്ള കേസിലാണ് നമ്മളിപ്പോ ഒരു കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്നതിനുള്ള ഇൻസുലേഷൻ ആണെങ്കിൽ ഈ പരിപാടി പറ്റത്തില്ല. അപ്പൊ അതിലും ഭേദം ഇൻസുലേഷൻ ഇല്ലാണ്ടിരിക്കുന്നതായിരുന്നു നല്ലത്. അത് ഇതൊരു ഫിനോമിനനാണ്. ഓക്കെ, അപ്പൊ പക്ഷെ ഇലക്ട്രിക്കൽ വയറിൽ ഇത് കൊടുക്കാം. എന്തുകൊണ്ട് കൊടുക്കാം? കാരണം ഇലക്ട്രിക്കൽ വയർ ഡിസൈൻ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാ? കറന്റ് ഫ്ലോ ഉണ്ടാവുമ്പോൾ ഹീറ്റ് ലോസ് ഉണ്ടാവും, I²R × T.
അപ്പൊ അതുമൂലമുള്ള ഹീറ്റ് ലോസ് പുറത്തോട്ട് പോകണം, ഇല്ലെങ്കിൽ വയർ ഒന്നാകെ നശിച്ചു പോകും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിട്ടിക്കൽ. അപ്പൊ ഈ ക്രിട്ടിക്കൽ റേഡിയസിലാണ് ഇൻസുലേഷൻ എങ്കിൽ മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, ദെൻ അതിനുശേഷം കൂട്ടുവാണെങ്കിലോ നമ്മുടെ ഈ ഇൻസുലേഷന്റെ തിക്നെസ് RC കൂടുതലാണെങ്കിലോ ആ ഹീറ്റ് ട്രാൻസ്ഫർ കുറയും. ആക്ച്വൽ ഇൻസുലേഷന്റെ മീനിങ് കിട്ടുന്ന എപ്പോഴാ? ഇഫ് ദ ഇൻസുലേഷൻ റേഡിയസ് ഓർ തിക്നെസ് ഓഫ് ദ ഇൻസുലേഷൻ ഈസ് ഗ്രേറ്റർ ദാൻ critical radius. Adding any amount of insulation decreases the heat transfer, which is the main objective for steam or hot pipe kitchen appliance ഇതിലൊക്കെ വരുന്നത്. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 10. At 750 Kelvin and 1 atm, the approximate value of Schmidt number for air. ഒന്നുമില്ല, നമ്പർ 1 തന്നെ. അപ്പൊ ഇതിനകത്ത് നമ്മൾ 3 നമ്പറിനെ കുറിച്ചാണ് പറയാ. പ്രാൻഡിൽ നമ്പർ എന്താണ്, ഷ്മിഡ് നമ്പർ എന്താണ്, ലൂയിസ് നമ്പർ എന്താണ്. ഒരു ക്വസ്റ്റ്യൻ ഡാം ഷുവർ നമ്പർ ഇല്ലാത്ത ഒരു പരിപാടി ഉണ്ടാവില്ല. ഇതൊക്കെ ഡയമെൻഷൻലെസ് നമ്പർ ആണ്. അപ്പൊ എന്താണ് പ്രാൻഡിൽ നമ്പർ? പ്രാൻഡിൽ നമ്പർ ഇൻഡിക്കേറ്റ്, മിക്കവാറും ഈ ഡെഫിനിഷൻ തന്നെയൊക്കെയാണ് സാധ്യതകൾ കൂടുതൽ. അതിൽ കുറച്ച് കോംപ്ലക്സിറ്റി കൂട്ടിയിട്ടാലേ ഉള്ളൂ. അപ്പൊ മൊമെന്റം ഡിഫ്യൂസിവിറ്റി, ദ റേഷ്യോ ഓഫ് മൊമെന്റം ഡിഫ്യൂസിവിറ്റി ആൻഡ് തെർമൽ ഡിഫ്യൂസിവിറ്റി ആണ് പ്രാൻഡിൽ നമ്പർ ഡീൽ ചെയ്യുക. പ്രാൻഡിൽ നമ്പർ, അപ്പൊ അതിന്റെ ഇക്വേഷൻ വരുന്നത് എന്താണ്? കൈനമാറ്റിക് വിസ്കോസിറ്റി ഡിവൈഡഡ് ബൈ എന്താണ് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ ഡിഫ്യൂഷൻ. ഓക്കെ, തെർമൽ ഡിഫ്യൂഷന്റെ കോഎഫിഷ്യന്റ് ആണ്, ആൽഫയാണ് നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നിന്ന് നമുക്ക് എന്ത് കിട്ടും? കൈനമാറ്റിക് വിസ്കോസിറ്റി ടൈംസ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ തെർമൽ കണ്ടക്ടിവിറ്റി. കെ എന്ന് പറഞ്ഞാൽ തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. If it is for gases and air, പ്രാൻഡിൽ നമ്പർ 0.7 തൊട്ട് 1 വരെ ആയിരിക്കും. ഇപ്പൊ ഏത് ചോദിച്ചാലും 1 ആണ് ആൻസർ വരിക. അതാണ് ഇതിനകത്ത് വേറൊരു രസം. ഇതിൽ ചോദിച്ചാല് ഏത് നമ്പർ ചോദിച്ചാലും നമുക്ക് അപ്രോക്സിമേറ്റ്ലി എന്ത് തന്നെ പറയാനുള്ളൂ, 1 തന്നെ പറയാനുള്ളൂ. ഓർമ്മയിൽ ഉണ്ടാവട്ടെ. ഓക്കെ, ഇനി ഷ്മിഡ് നമ്പർ എന്തിനൊക്കെയാണ്? മൊമെന്റം ഡിഫ്യൂസിവിറ്റി, അതായത് ഫ്ലോ ഓഫ് ഫ്ലൂയിഡിനെയും അതിന്റെ മാസ് ഡിഫ്യൂഷനെയും റിലേറ്റ് ചെയ്യുന്ന നമ്പറാണ് ഷ്മിഡ് നമ്പർ. മൊമെന്റം ഡിഫ്യൂസിവിറ്റി ടു മാസ് ഡിഫ്യൂസിവിറ്റി. എം ആൻഡ് ടി പ്രാൻഡിൽ, എം ആൻഡ് എം ഷ്മിഡ്, ടി ആൻഡ് എം ലൂയിസ്. ഓക്കെ, അപ്പൊ ലൂയിസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഷ്മിഡ് നമ്പർ ആൻഡ് പ്രാൻഡിൽ നമ്പർ. വെരി ഇമ്പോർട്ടന്റ്, പല എക്സാമിനേഷൻ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇതില് അത് എന്തിനാണ് റിലേറ്റ് ചെയ്യുന്നത്? തെർമൽ ഡിഫ്യൂസിവിറ്റി, റേഷ്യോ ഓഫ് തെർമൽ ഡിഫ്യൂസിവിറ്റി ആൻഡ് മാസ് ഡിഫ്യൂസിവിറ്റി. ഓക്കെ, അപ്പൊ ഈ തെർമലിനെ ഡിഫറൻഷിയേറ്റ് എന്താ? ആൽഫ. ഓക്കെ, ആൽഫ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഡ് വരുന്നത് തെർമൽ ഡിഫ്യൂസിവിറ്റി. ദെൻ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ ലൂയിസ് നമ്പറും എയറിന്റെ കേസിൽ അല്ല ഗ്യാസിന്റെ കേസിൽ 1 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിപ്പോ ബൗണ്ടറി ലെയറിലെ നമ്പർ വരെ എത്തി. ഇതുമായിട്ട് ചോദിക്കാവുന്ന സംഭവമാണ് ബൗണ്ടറി ലെയർ തിക്നെസ്. 3 ടൈപ്പ് ബൗണ്ടറി ലെയർ ഉണ്ട്. തെർമൽ ബൗണ്ടറി ലെയർ ഉണ്ട്, ഹൈഡ്രോഡൈനാമിക് ബൗണ്ടറി ലെയർ ഉണ്ട്, ദെൻ കോൺസെൻട്രേഷൻ ബൗണ്ടറി ലെയർ എന്ന് പറഞ്ഞാൽ മാസ് ഡിഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, ഫസ്റ്റ് വൺ ഫ്ലൂയിഡ് ഡിഫ്യൂഷൻ, മൊമെന്റം ഡിഫ്യൂഷൻ. സെക്കൻഡ് വൺ തെർമൽ ഡിഫ്യൂഷൻ. തേർഡ് വൺ ദാറ്റ് മാസ് ഡിഫ്യൂഷൻ. ഈ 3 ഡിഫ്യൂഷനുമായി ബന്ധപ്പെട്ടാണ് നമ്പേഴ്സ് വരുന്നത്. നോക്കിക്കോ, ഇതില് നമ്മുടെ ഹൈഡ്രോഡൈനാമിക് ബൗണ്ടറി ലെയറിനെയും തെർമൽ ബൗണ്ടറി ലെയറിനെ റിലേറ്റ് ചെയ്യുന്നതാണ് പ്രാൻഡിൽ നമ്പർ. സോ ദ ഹൈഡ്രോഡൈനാമിക് ബൗണ്ടറി ലെയർ തിക്നെസ് ഡിവൈഡഡ് ബൈ തെർമൽ ബൗണ്ടറി ലെയർ തിക്നെസ് എന്ന് പറയുന്നത് പ്രാൻഡിൽ നമ്പർ റേസ് ടു 1/3 ആണ്. ഇതൊക്കെ അപ്രോക്സിമേറ്റ് ആണ്, പക്ഷെ ഓപ്ഷനിൽ ഇങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, പ്രാൻഡിൽ നമ്പർ റേസ് ടു 1/3 ആണ്. ചിലപ്പോൾ കാൽക്കുലേഷൻ വരെ ചോദിക്കും. ഓക്കെ, ഏതെങ്കിലും ഒരു ബൗണ്ടറി ലെയർ തിക്നെസ് തന്നിട്ട് മറ്റേ ബൗണ്ടറി ലെയർ തിക്നെസ് കണ്ടുപിടിക്കാൻ വരെ ചോദിക്കാം. അപ്പൊ ഈ 1/3 ആണെന്നുള്ള സംഭവം വരെ നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, ദെൻ ഹൈഡ്രോഡൈനാമിക്കും കോൺസെൻട്രേഷൻ, അതായത് മാസ് ഡിഫ്യൂഷൻ ബൗണ്ടറി ലെയറും തമ്മിലുള്ള റിലേഷൻ ഡെൽറ്റ ബൈ ഡെൽറ്റ സി ഇസ് ഈക്വൽ ടു ഷ്മിഡ് നമ്പർ റേസ് ടു 1/3. ഷ്മിഡ് നമ്പർ റേസ് ടു 1/3. ഓക്കെ, ഇനി തെർമൽ വേഴ്സസ് കോൺസെൻട്രേഷൻ ബൗണ്ടറി ലെയർ ആണെങ്കിലോ ഡെൽറ്റ ടി ബൈ കോൺസെൻട്രേഷൻ ആണെങ്കിൽ ലൂയിസ് നമ്പർ റേസ് ടു n. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബൗണ്ടറി ലെയർ തിക്നെസ്സുമായി ബന്ധപ്പെട്ട് നമ്പേഴ്സ്, ഡയമെൻഷൻലെസ് നമ്പേഴ്സുമായിട്ട് റിലേഷൻ ഓർത്തിരിക്കാം. ഇനി ഇതേപോലെ മാസ് ഹീറ്റ് ട്രാൻസ്ഫർ അനലോഗി ഉണ്ട്. ഓക്കെ,
അപ്പൊ ഇതിന്റെ അകത്ത് അനലോഗസ് ആയിട്ട് വരുന്ന നമ്പർ എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഓർത്തിരിക്കാം. അതായത് ഹീറ്റ് ട്രാൻസ്ഫറിൽ NU ഡിവൈഡഡ് ബൈ റെയ്നോൾഡ്സ് നമ്പർ റേസ് ടു പ്രാൻഡിൽ നമ്പർ റേസ് ടു 1/3 എന്ന് പറയുന്നതും മാസ് ഡിഫ്യൂഷനില് ഷിമിഡ് നമ്പർ ഷെർവുഡ് ആണ്, ഷിമിഡ് അല്ല ഷെർവുഡ് ആണ്. ഷെർവുഡ് നമ്പർ ഡിവൈഡഡ് ബൈ റെയ്നോൾഡ്സ് നമ്പർ ടൈംസ് ഷിമിഡ് നമ്പർ റേസ് ടു 1/3 എന്ന് പറയുന്നതും ഒരേപോലെ വരുന്നതാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ചോദിക്കാൻ അനലോഗസ് ആയിട്ട് വരുന്ന നമ്പർ നസ്ലറ്റ് നമ്പർ NU എന്ന് പറയുന്നതും ഷെർവുഡ് നമ്പർ നസ്സൽട്ട് നമ്പർ എവിടെയാണ്? ഹീറ്റ് ട്രാൻസ്ഫറിലുള്ളതാണ്. ഷെർവുഡ് നമ്പർ മാസ് ട്രാൻസ്ഫറിലുള്ളത് തമ്മിൽ അനലോഗസ് ആയിട്ടുള്ള നമ്പറാണ്. പ്രാൻഡിൽ നമ്പർ ഹീറ്റ് ട്രാൻസ്ഫറിലുള്ള നമ്പറാണ്. ഹീറ്റ് ട്രാൻസ്ഫറിൽ നമ്മൾ പറഞ്ഞു ഏതൊക്കെ തമ്മിലാണ് റിലേറ്റ് ചെയ്യുന്നത്. മൊമെന്റം ഡിഫ്യൂസിവിറ്റിയും തെർമൽ ഡിഫ്യൂസിവിറ്റിയും കൂടെ വരുന്നതാണ്. അതും ഷിമിഡ് നമ്പർ ഇൻ മാസ് ട്രാൻസ്ഫറും അനലോഗസ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11 ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. The simultaneous heat and mass transfer are occurring in a fluid over a flat plate. The flow is laminar. The boundary layer will coincide with the thermal boundary layer. Then what would happen? Which two numbers are equal? The Schmidt number is equal to Prandtl number. Schmidt number is equal to Prandtl number. Lewis number will be 1. അത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഓർത്തിരിക്കണം. സോ ദ ബൗണ്ടറി ലെയർ തിക്നെസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാമിനാർ ഫ്ലോ. Prandtl number equal to 1. Hydrodynamic boundary layer is equal to thermal boundary layer. Schmidt number is equal to 1. Hydrodynamic boundary layer is equal to concentration boundary layer. SC is equal to PR. Lewis number is equal to 1. എപ്പോഴാണ്? thermal boundary layer is equal to concentration boundary layer. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത കേസ്. Then Prandtl number is equal to SC equal to 1. All three boundary layers are coincide. എല്ലാരും coincide ചെയ്യും PR SC ഈക്വൽ ആവുമ്പോൾ. ആരൊക്കെയാ? തെർമൽ ബൗണ്ടറി ലെയർ, മൊമെന്റം ഹൈഡ്രോഡൈനാമിക് ബൗണ്ടറി ലെയറും തെർമൽ ബൗണ്ടറി ലെയറും കോൺസെൻട്രേഷൻ ബൗണ്ടറി ലെയറും എല്ലാം എന്ത് ചെയ്യും? കോയിൻസൈഡ് ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 12. റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഈസ് യൂസ്ഡ് ഫോർ. എവിടെയാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് യൂസ് ചെയ്യുക? ആപ്ലിക്കേഷൻ ഏരിയ. വെരി ഹൈ ഹെഡ്, ലോ ഡിസ്ചാർജ് ആൻഡ് ഹൈ ഹെഡിലാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഉപയോഗിക്കുക. അപ്പൊ സെൻട്രിഫ്യൂഗല് ഹൈ ഡിസ്ചാർജ് ആൻഡ് ലോ ഹെഡ്. സി ആണ് സെൻട്രിഫ്യൂഗലിന്റെ ഓപ്ഷൻ ആയിട്ട് വരിക. ഇവിടെ ചോദ്യം റെസിപ്രോക്കേറ്റിംഗ് ആണ്. നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് പമ്പിലെ ഒരു ഓട്ട പ്രദക്ഷിണം വെച്ച് നോക്കാം. റെസിപ്രോക്കേറ്റിംഗും സെൻട്രിഫ്യൂഗലും തമ്മിലുള്ള ജസ്റ്റ് ഒരു കമ്പാരിസൺ, വളരെയധികം പോയിന്റ്സ് നമുക്ക് കിട്ടും. റെസിപ്രോക്കേറ്റിംഗ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പാണ്. സെൻട്രിഫ്യൂഗല് ഡൈനാമിക് അല്ലെങ്കിൽ റോട്ടോ ഡൈനാമിക് പമ്പാണ്, പക്ഷെ റോട്ടറി അല്ല. സെൻട്രിഫ്യൂഗൽ പമ്പ് റോട്ടറി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കുത്തിപ്പോവും, പക്ഷെ സെൻട്രിഫ്യൂഗൽ പമ്പ് റോട്ടറി പമ്പ് അല്ല, പകരം അതൊരു ഡൈനാമിക് അല്ലെങ്കിൽ റോട്ടോ ഡൈനാമിക് ആണ്. ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ്. റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ലോ ഡിസ്ചാർജ് ഹൈ ഹെഡ് ആണ്. സെൻട്രിഫ്യൂഗല് ഹൈ ഡിസ്ചാർജ് ലോ ഹെഡ് ആണ്. ഓക്കെ, ഇനി റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ കിട്ടുന്ന ഡിസ്ചാർജ് എങ്ങനെയായിരിക്കും? പൾസേറ്റിംഗ് ഡിസ്ചാർജ് ആയിരിക്കും, പക്ഷേ സെൻട്രിഫ്യൂഗൽ പമ്പിലെ കണ്ടിന്യൂസ് കിട്ടും. എഫിഷ്യൻസി. റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്റെ ഹൈ ഹെഡിലാണ് നമുക്ക് എഫിഷ്യൻസി ഹയർ ആയിട്ട് ഉണ്ടാവുക. സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഹൈ എഫിഷ്യൻസി നമുക്ക് കിട്ടുന്നത് ലോ ഹെഡിലാണ്. റേഞ്ച് ഓർക്കണേ, 85 to 90% എഫിഷ്യൻസി റെസിപ്രോക്കേറ്റിംഗ് പമ്പ് തരുമ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പ് തരുന്നത് 70 to 80% ആണ്. അറ്റ് ലോ ഹെഡിലാണ് നമുക്ക് ഹൈ എഫിഷ്യൻസി കിട്ടുക. ഇനി വിസ്കോസിറ്റി ഹാൻഡില്. ഹൈ വിസ്കസ് ഫ്ലൂയിഡിനെ ഹാൻഡിൽ ചെയ്യാൻ ആർക്ക് പറ്റും? റെസിപ്രോക്കേറ്റിംഗ് പമ്പിന് പറ്റും. എഫിഷ്യൻസി കുറയും. എവിടെ? സെൻട്രിഫ്യൂഗൽ പമ്പിലെ വിസ്കോസിറ്റി കൂടുന്നതനുസരിച്ച് കുറയും. ഇനി റെസിപ്രോക്കേറ്റിംഗ് പമ്പില് ഓൾമോസ്റ്റ് സെൽഫ് പ്രൈമിംഗ് ആണ്. സെൻട്രിഫ്യൂഗൽ പമ്പില് പ്രൈമിംഗ് ഈസ് വെരി എസെൻഷ്യൽ. Without the priming, there is no suction, no discharge. Pump will not be work under. Without priming. Priming ഇല്ലാതെ സെൻട്രിഫ്യൂഗൽ പമ്പില് സക്ഷനും ഡിസ്ചാർജും വർക്കിംഗ് ഒന്നുമില്ല. എയർ വെസൽ എവിടെയാ യൂസ് ചെയ്യുക? നമുക്ക് യൂണിഫോം ഡിസ്ചാർജ് ഓൾറെഡി സെൻട്രിഫ്യൂഗൽ ഉണ്ട്. സോ there is no need of any air vessels in the centrifugal pump, but we need air vessels in reciprocating pump. Okay. ഇനി അത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പമ്പിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ടത്. അപ്പൊ റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്റെ ന്യൂമറിക്കൽസ് ഒന്നും ചോദിക്കൂലേ? ചോദിക്കും.
റെസിപ്രോക്കേറ്റിംഗ് പമ്പ് രണ്ട് ടൈപ്പ് ഉണ്ട്, സിംഗിൾ ആക്ടിങ്, ഡബിൾ ആക്ടിങ്. അതിനകത്ത് നിന്ന് തിയറട്ടിക്കൽ ഡിസ്ചാർജ് ചോദിക്കാം. LAN/60. എ എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ, ഡയമീറ്റർ തന്നാൽ കണ്ടുപിടിക്കാം. 5/4 ബോ ഡയമീറ്റർ തരുള്ളൂ, ഡയറക്റ്റ് ഏരിയ ഒന്നും തരില്ല. ഇനി ഡബിൾ ആക്ടിങ് ആണെങ്കിൽ 2 times LAN/60. N എന്ന് പറയുന്നത് എന്താണ്? RPM ആണ്, റൊട്ടേഷൻ RPM ആണ്, റെവല്യൂഷൻ പെർ മിനിറ്റ്. റെസിപ്രോക്കേറ്റിംഗ് പമ്പുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സ്ലിപ്പ്. ഈ സ്ലിപ്പ് എവിടെ ഉള്ളത്? റെസിപ്രോക്കേറ്റിംഗ് പമ്പിലാണ് ഉള്ളത്. റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്റെ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ തിയറട്ടിക്കൽ ഡിസ്ചാർജ് മൈനസ് ആക്ച്വൽ ഡിസ്ചാർജ് ആണ്. തിയറട്ടിക്കൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഇപ്പോൾ പഠിച്ചു. LAN/60 ഫോർ സിംഗിൾ ആക്ടിങ്, 2 LAN/60 ഫോർ ഡബിൾ ആക്ടിങ്. അതിന്റെ ഡിഫറൻസിനാണ് സ്ലിപ്പ് എന്ന് പറയുന്നത്. അതിനെ പെർസെന്റിലേക്ക് മാറ്റിയാൽ പെർസെന്റേജ് ഓഫ് സ്ലിപ്പ് കിട്ടും. എന്തിനാ ഇതിനെക്കുറിച്ച് ഇത്ര വാചാലമാവുന്നത്? സ്ലിപ്പ് നമ്മൾ എപ്പോഴും ഓർക്കും, സാധാരണ കേസിൽ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്, തിയറട്ടിക്കൽ ആയിട്ടുള്ള സംഭവമാണ് എപ്പോഴും ആക്ച്വലിനേക്കാൾ കൂടുതൽ എന്ന്. പക്ഷേ in case of reciprocating pump, sometimes the actual discharge will be greater than the theoretical discharge. Sometimes the actual discharge will be greater than the theoretical discharge. അപ്പോൾ നമുക്ക് നെഗറ്റീവ് എന്ത് കിട്ടും? We will be get negative slip. നെഗറ്റീവ് സ്ലിപ്പ് കിട്ടും. എവിടെ? റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ. When you are going to get the negative slip, is a very long suction pipe and short delivery pipe. And the pump is running at a very high speed. 3 conditions. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആക്ച്വൽ ഡിസ്ചാർജ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദ തിയറട്ടിക്കൽ ഡിസ്ചാർജ് ആൻഡ് സ്ലിപ്പ് ബിക്കംസ് നെഗറ്റീവ്. ആ കാര്യം നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ നിന്നും ഓർത്തിരിക്കാം. വാട്ട് അബൌട്ട് ദ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്? ആക്ച്വൽ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ തിയറട്ടിക്കൽ ഡിസ്ചാർജ്. ഓക്കെ, അപ്പൊ ഇവിടെ ചിലപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഗ്രേറ്റർ ദാൻ 1 വരാം. എവിടെ? നമ്മളുടെ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ. ഇതിനകത്ത് നമ്മൾ ഒരിടത്ത് വിഴുങ്ങിയ ഒരു സംഭവം ഉണ്ട്, റോൾ ഓഫ് എയർ വെസൽ. എയർ വെസൽ കാണുന്നത് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ മാത്രമാണ്. 3 functions are there. It will convert the pulsating flow to the continuous flow or uniform discharge. It will reduce the frictional head. It will reduce acceleration head also. Okay. ഇനി ഫ്ലോ സെപ്പറേഷൻ, ക്യാവിറ്റേഷൻ ഉണ്ടാവുന്ന പരിപാടി ഇതൊന്നും എവിടെ ഉണ്ടാവില്ല? എയർ വെസൽ ഉണ്ടെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ ഉണ്ടാവില്ല. പവർ സേവിങ്ങും കിട്ടാറുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എയർ വെസലുമായിട്ട്. എയർ വെസൽ ആരുടെയാണ്? റെസിപ്രോക്കേറ്റിംഗ് പമ്പിനെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? യൂണിഫോം ഡിസ്ചാർജ് കിട്ടണം, ഫ്രിക്ഷണൽ ഹെഡ് കുറയ്ക്കണം, ആക്സലേഷൻ ഹെഡ് കുറയ്ക്കണം, പവർ സേവ് ചെയ്യണം, ക്യാവിറ്റേഷൻ, ഫ്ലോ സെപ്പറേഷൻ ഇവരെയൊക്കെ കുറയ്ക്കണം. ഓക്കെ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എയർ വെസല് ഡിസ്ചാർജ് ലൈനിലും സക്ഷൻ ലൈനിലും കൊടുക്കാം. രണ്ടിടത്തും കൊടുക്കും. 2 സൈഡിലും നമ്മൾ എയർ വെസൽസ് കൊടുക്കുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 13. The pressure head in meters of mercury equivalent to the pressure head 136 meters of water. വളരെ ഈസി. ഹൈഡ്രോസ്റ്റാറ്റിക് ലോ, പ്രഷർ ഈസ് ഈക്വൽ ടു ρgh. സോ നമുക്കറിയാം ഇത് രണ്ടിടത്തും പ്രഷർ ഈക്വൽ ആയിരിക്കും. റോ വാട്ടർ G ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ വാട്ടർ ഈസ് ഈക്വൽ ടു മെർക്കുറി, ഡെൻസിറ്റി ഓഫ് മെർക്കുറി G ടൈംസ്. അപ്പൊ ജിയും ജി ഒക്കെ ക്യാൻസൽ ആയി പോവും. Density of water into height of water is equal to density of mercury into height of the mercury. അറിയാവുന്ന വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കുക. ഇപ്പൊ വാട്ടറിന്റെ കേസ് വരുമ്പോൾ 1000 into 136 meters of water, 13,600 ആണ് മെർക്കുറിയുടെ ഡെൻസിറ്റി. ഹൈറ്റ് ഓഫ് മെർക്കുറി വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. We will be get 10 will be the answer. Okay, so 10 meters of mercury is equal to 136 meters of water. Okay, question number 14. In a hydraulic jump occurring in a horizontal rectangular channel, open channel ആണ്, the sequent depth 1.5 and 0.5 meter. The energy loss in this jump, energy loss കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡെൽറ്റ E is equal to y2 minus y1 all to the power cube divided by 4 times y1 y2. ഇക്വേഷൻ കാണാതെ കയ്യിലിരിക്കണം, മാർഗങ്ങളൊന്നുമില്ല. കൊടുക്കുക. എന്താണ് y2 minus y1? 1.5 minus 0.5 1 ആണ്. കണ്ടോ, സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. y2 minus y1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ക്യൂബ് 1. 4y1 y2 എന്ന് പറഞ്ഞാൽ 4 into 0.5 times of 1.5. 4 into 0.5 എന്ന് പറയുമ്പോൾ 2 into 1.5 എന്ന് പറയുമ്പോൾ 3.
ഓക്കെ, പരിപാടി തീർന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡെൽറ്റ ഈസ് ഇക്വൽ ടു 1/3 അപ്രോക്സിമേറ്റ്ലി 0.33 മീറ്റർ. അപ്പൊ ഇതാണ് ഹൈഡ്രോളിക് ജമ്പിനകത്ത് വരുന്ന ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. ഇക്വേഷൻ കാണുമ്പോൾ വലിയ സംഭവമായിരിക്കും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഒന്നും ഉണ്ടാവില്ല, ചുമ്മാ സംഭവം. ഓക്കെ, ഇതേപോലെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം സ്ലിപ്പ്, കോഎഫിഷ്യന്റ് ഓഫ് സ്ലിപ്പ്, കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവർ ചോദിക്കും, ചെറിയ ചെറിയ വാല്യൂസ് തന്നിട്ട്. സോ ആൻസർ വിൽ ബി 0.33. ദെൻ അപ്പൊ ഇതിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാം. എന്താണ് ജമ്പ്, എന്താണ് സംഗതികൾ? ഹൈഡ്രോളിക് ജമ്പ് ഇസ് എ സഡൻ ട്രാൻസിഷൻ ഓഫ് ഫ്ലോ ഫ്രം സൂപ്പർ ക്രിട്ടിക്കൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ വെലോസിറ്റി ലോ ഡെപ്തിൽ നിന്നും സബ് ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ലോ വെലോസിറ്റി ഹൈ ഡെപ്തിലേക്ക് മാറും. ഇറ്റ് ആക്ട്സ് ആറ്റ് ആസ് എ എനർജി ഡിസിപ്പേറ്റർ, എനർജി ലോസസ് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ബിഫോർ ദ ജമ്പ് എന്ന് പറയുന്നത്, ജമ്പിന് മുമ്പ് ഇത് y1 വിൽ ബി ലെസ് ദാൻ, ഡെപ്ത് ആണ് y1 എന്ന് പറഞ്ഞത്, വിൽ ബി ലെസ് ദാൻ ദ ക്രിട്ടിക്കൽ ഡെപ്ത്. ആഫ്റ്റർ ദ ജമ്പ് y2 വിൽ ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ഡെപ്ത്. അപ്പൊ ഇതില് ഒരു ഫ്രോഡ് നമ്പർ ഉണ്ട്, FR1, FR2. FR1 വിൽ ബി ഗ്രേറ്റർ ദാൻ 1, സോ ഇറ്റ് ഇസ് കോൾഡ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ. FR2 ഫ്രോഡ് നമ്പർ അറ്റ് ദ സെക്കൻഡ് കണ്ടീഷൻ വിൽ ബി ലെസ് ദാൻ 1, സോ ഇറ്റ് ഇസ് കോൾഡ് സബ് ക്രിട്ടിക്കൽ. അപ്പൊ ഇതിൽ ഇക്വേഷൻസ് എന്തൊക്കെയാ വരുന്നത് നോക്കിക്കേ. എനർജി ലോസ് കണ്ടുപിടിക്കാൻ പഠിച്ചു, y2 മൈനസ് y1 ഓൾ ക്യൂബ് ഡിവൈഡ് ബൈ 4y1 y2. സബ്സിക്വന്റ് ഡെപ്ത് റേഷ്യോ, അപ്പൊ y2 y1 എങ്ങനെ കണ്ടുപിടിക്കും? 1/2 ടൈംസ് റൂട്ട് ഓഫ് 1 പ്ലസ് 8 FR1 സ്ക്വയർ മൈനസ് 1 റൂട്ട് ഇല്ല, പുറത്താണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ FR1 എന്നതാണ് ഫസ്റ്റ് ഫ്ലോയുടെ ഫ്രോഡ് നമ്പർ ആണ്. ഇനി ഹൈറ്റ് ഓഫ് ദ ജമ്പ് y2 മൈനസ് y1, അത് നമുക്ക് വാക്കിനകത്ത് തന്നെ പറയാൻ പറ്റും. ഓക്കെ, ഇനി ഈ E1 E2 ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കും? E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജമ്പിന് മുമ്പുള്ള എനർജിയാണ്. E2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമ്പിന് ശേഷമുള്ള സ്പെസിഫിക് എനർജിയാണ്. സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ പെർ യൂണിറ്റ് മാസ്. ഓക്കെ, E ഈസ് ഈക്വൽ ടു y പ്ലസ് v സ്ക്വയർ ബൈ 2g. ഓക്കെ, y എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് ഫ്ലോ ആണ്, v എന്ന് പറഞ്ഞാൽ മീൻ വെലോസിറ്റി, g എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ എഫിഷ്യൻസി ഓഫ് ജമ്പ് എങ്ങനെ കണ്ടുപിടിക്കും? E2 ബൈ E1. കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം, y പ്ലസ് v സ്ക്വയർ ബൈ 2g. ഇത് ഓരോ സെക്ഷനിലും മാറും. E1 E2 രണ്ട് പാർട്ട് ഉണ്ട്. E1 എന്ന് പറഞ്ഞാൽ ബിഫോർ ജമ്പും E2 എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ജമ്പും എനർജി. ആ E2 ബൈ E1നെയാണ് നമ്മൾ എഫിഷ്യൻസി ഓഫ് ജമ്പ് എന്ന് പറയുന്നത്. അപ്പൊ റിലേറ്റീവ് എനർജി ലോസ് ആണെങ്കിലോ, കുറച്ച് മുമ്പ് നമ്മളിവിടെ ചേഞ്ച് ഇൻ എനർജി കണ്ടുപിടിക്കാൻ പറഞ്ഞു. റിലേറ്റീവ് എനർജി ലോസ് ആണ് ഡെൽറ്റ ഇ ബൈ E1 ആയിരിക്കും. അതാണ് സംഭവം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മളിപ്പോ മിസ്സായ ഒരു സംഭവമാണ്. ആരാണ് ഈ ഫ്രോഡ് നമ്പർ? ഫ്രോഡ് നമ്പർ FR is a dimensionless number. അതെന്താണ്? In the fluid mechanics that represent the ratio of inertial force to the gravitational force in the fluid flow. Inertia ഫോഴ്സിന്റെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെയും റേഷ്യോയ്ക്കാണ് ഓപ്പൺ ചാനൽ ഫ്ലോയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന നമ്പർ ആണ് ആര്? ഫ്രോഡ് നമ്പർ. ഇറ്റ് ഡിറ്റർമൈൻസ് വെദർ ദ ഓപ്പൺ ചാനൽ ഫ്ലോ ഇസ് സബ് ക്രിട്ടിക്കൽ, ക്രിട്ടിക്കൽ, സൂപ്പർ ക്രിട്ടിക്കൽ. 3 കാറ്റഗറിയിൽ നമുക്ക് കാണാൻ പറ്റും. അത് എന്ത് വെച്ചിട്ടാ പറയാ? ഫ്രോഡ് നമ്പർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പറയൂ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജമ്പ്. Classification of jump based on the fraud number. If the fraud number is 1 to 1.5, undular jump. Undular jump. Fraud number ഇത് FR1 ആണ്. അതായത് ജമ്പിന് തൊട്ട് മുമ്പുള്ള ഫ്രോഡ് നമ്പർ 1.7 to 2.5 ആണെങ്കിൽ വീക്ക് ജമ്പ്. 2.5 to 4.5 ആണ് ഓസിലേറ്റിംഗ് ജമ്പ്. ചോദിച്ചിട്ടുണ്ട് പല തവണ. ഫ്രോഡ് നമ്പർ 4.5 to 9 ആണെങ്കിൽ സ്റ്റഡി ജമ്പ്. Most efficient for spillways. 45 to 70% of energy loss കിട്ടുന്ന ജമ്പാണ് 4.5 to 9 ഫ്രോഡ് നമ്പർ ഉള്ള സ്റ്റഡി ജമ്പ് എന്ന് പറയുന്നത്. സ്ട്രോങ് ഓർ ചോപ്പി ജമ്പ്. ഇഫ് ദ ഫ്രോഡ് നമ്പർ is greater than 9, then the type of jump is called strong or choppy jump. Question number 15. Which of the following is true in case of velocity and shear variation across the cross section of circular pipe for a laminar viscous flow? Eigenpoisson equation. Okay, പൈപ്പ് എത്തി, ലാമിനാർ ഫ്ലോ എങ്ങനെയാണ് ഉണ്ടാവുക? രണ്ട് കാര്യങ്ങൾ അവിടെ, ഷിയർ സ്ട്രെസ്സും വെലോസിറ്റിയും വേരിയേഷൻ ഉണ്ട്. കറക്റ്റ് ആൻസർ, ദ വെലോസിറ്റി വേരീസ് പാരാബോളിക്കലി, ഷിയർ സ്ട്രെസ് വേരീസ് ലീനിയർലി ഫ്രം ദ മിഡിൽ പോയിന്റ് ടു ദാറ്റ് പെരിഫറി ഓഫ് ദ പൈപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം.
ഷിയർ സ്ട്രെസ് ഇത് ഹൈഗൻ പോയ്സ്ലി ഇക്വേഷൻ ആണ്, ഹൈഗൻ പോയ്സ്ലി ഫ്ലോ ആണ്, ആ ഇക്വേഷൻ ആണ് നമ്മൾ പറയുന്നത്. ഷിയർ സ്ട്രെസ് ഇസ് ഈക്വൽ ടു മൈനസ് ഡോ പി ബൈ ഡോ എക്സ് ടൈംസ് ആർ ബൈ ടു. ആരാണ് ആർ? സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ആർ. ഓക്കെ, അറ്റ് ദ സെന്റർ ലൈൻ ഷിയർ സ്ട്രെസ് വിൽ ബി 0. ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ പൈപ്പ് എടുത്തു, പൈപ്പിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യാണ്, ലാമിനാർ ഫ്ലോ ആണ്. അങ്ങനെയാണെങ്കിൽ എന്റെ സെന്റർ ലൈനിലെ ഷിയർ സ്ട്രെസ് 0 ആയിരിക്കും. അറ്റ് ദ പൈപ്പ് വാൾ ദ ഷിയർ സ്ട്രെസ്, ദ പൈപ്പ് വാൾ എന്ന് പറയുമ്പോൾ ആർ ഇസ് ഈക്വൽ ടു എന്താണ്? റേഡിയസ്, ക്യാപിറ്റൽ ആർ, റേഡിയസ്. ആൻഡ് ദ ഷിയർ സ്ട്രെസ് വിൽ ബി മാക്സിമം ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു മൈനസ് ഡോ പി ബൈ ഡോ എക്സ് ആർ ബൈ ടു, ക്യാപിറ്റൽ ആർ ബൈ ടു. റേഡിയസ് ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ പൈപ്പ് ആണ്. ഹൗ വിൽ ബി ദറ്റ് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ? വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ യു മാക്സ് മാക്സിമം വെലോസിറ്റി. എവിടെയാണ് മാക്സിമം വെലോസിറ്റി? ആ മാക്സിമം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അത് സെന്ററിലാണ്. സെന്ററിലെ ഷിയർ സ്ട്രെസ് 0യും വെലോസിറ്റി മാക്സിമം ആണ്. ഓക്കെ, when the r equal to 0 at the center, velocity will be maximum. Okay, and at the pipe wall the velocity will be 0. That is called the no slip condition. എല്ലാ റിയൽ ഫ്ലൂയിഡും നോ സ്ലിപ്പ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. പൈപ്പിന്റെ വോൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ നോ സ്ലിപ്പ് ആണ്. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു, നോ സ്ലിപ്പ്, വെലോസിറ്റി മസ്റ്റ് ബി 0. ഓക്കെ, ആൻഡ് അത് ഇക്വേഷൻ നോക്ക്, പരാബോളിക് ആണ്. കണ്ടോ, ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ എന്ന് വന്നേക്കുന്നത് പരാബോളിക് ആയിട്ടാണ് ചേഞ്ച് ചെയ്യുക.